പ്രിയ സുഹൃത്ത് മുസമ്മിൽ സഖാഫി, ഇവിടത്തെ മറ്റു ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, മഹല്ല് ഭാരവാഹികൾ, നല്ലവരിൽ നല്ലവരായ കാരണവർ, എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ, മറക്കപ്പുറത്തിരുന്ന് വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ, ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മുടെ പരിപാടിയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശ്രോതാക്കൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഷാദുലി മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകളുടെ പേരിൽ ഉള്ള ഈ അനുഗ്രഹീതമായ പള്ളിയുടെ പരിസരത്ത് ഒരുമിച്ചുകൂടിയ നമ്മുടെ ഈ ഒത്തുചേരൽ ഈ നമ്മുടെ ഒത്തുചേരൽ ആഖിറത്തിൽ നമുക്ക് വലിയൊരു സ്വത്തായി, മുതൽക്കൂട്ടായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നമുക്ക് ആരോടെല്ലാം ഹക്കുകളുണ്ടോ, നമുക്ക് ആരോടെല്ലാം ഹക്കുണ്ടോ, എല്ലാവരെയും ഹബീബായ റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഉപ്പള്ളിയിൽ നടക്കുന്ന പരിപാടിയുടെ സമാപന വേദിയിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെ
സ്വലാത്ത് മജ്ലിസും റാത്തീബിന്റെ മജ്ലിസും ഒക്കെ ഈ പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ തുടങ്ങുന്നതുവരെ മാത്രമുള്ളതാണ് ഈ വിനീതന്റെ പ്രഭാഷണം. ആദരണീയ കുമ്പോൾ മഹൽ വ്യക്തിത്വം ജഅഫർ സ്വാദിഖ് തങ്ങളവരുകൾ ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിച്ചേരും. ആദരണീയരായ സയ്യിദുന ഉപ്പള്ളി തങ്ങൾ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വവും ഒക്കെ ഉണ്ടായിരിക്കും. അതുവരെ അല്പം ചില കാര്യങ്ങൾ മാത്രം പ്രസംഗിച്ച് ഞാൻ നിർത്തുകയാണ്. എനിക്കാണെങ്കിൽ കൃത്യം 12 മണിക്ക് മൈസൂരിൽ എത്തിച്ചേരേണ്ടതുമാണ്. യഥാർത്ഥത്തിൽ ഈ ജമാഅത്ത് കമ്മിറ്റിക്കാരോടും ഉപ്പള്ളിക്കാരോടും ഒന്ന് എന്റെ ജില്ലയാണ്, അതിന്റെ കൂടെ നമ്മുടെ ജില്ലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ നടും തൂണാണ് നമ്മുടെ ഉപ്പള്ളി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവുകയില്ല. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രഭാഷണം ഇവിടെ നടക്കുന്നത്. അതല്ലെങ്കിൽ ഇവിടെ വരാൻ ഉദ്ദേശിച്ചതും വന്നതും. യഥാർത്ഥത്തിൽ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ ലീവ് പ്രമാണിച്ച്, റമദാൻ പ്രമാണിച്ച് അവർക്ക് ലീവാണ്. അതിന്റെ മുന്നോടിയായി ഒരു 4 ദിവസത്തിന്റെ സിയാറത്ത് യാത്ര ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർ സിയാറത്ത് അങ്ങ് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരെ കൂടെ നമ്മുടെ ദർസിലെ വേറെ 2 മുദരിസ് ഉസ്താദുമാരെ അയക്കുകയും ഇൻഷാ അല്ലാഹ് ഉപ്പള്ളിയിൽ പ്രസംഗം കഴിഞ്ഞ് മണിയാകുമ്പോഴേക്ക് ഞാൻ മൈസൂരിലെത്താം, നിങ്ങൾ അപ്പോഴേക്ക് മൈസൂരിലെത്തുക, അവിടുന്ന് ഒന്നിച്ചു പോകാമെന്ന് അവരോട് വാക്ക്. അപ്പൊ അതുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. നമുക്കറിയാം മജ്ലിസാണ് നടക്കുന്ന സ്വലാത്തിന്റെ വാർഷിക പരിപാടിയാണ്. ഏതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വഴി അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയല്ലാതെ മറ്റൊരു വഴി നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയല്ലേ ഒരാളിപ്പോ മുസ്ലിം ആകണമെങ്കിൽ നിങ്ങൾ നോക്കൂ, ഞാൻ അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരാൾ മുസ്ലിം ആകാൻ വേണ്ടി ഒരു അമുസ്ലിമാണ്, അദ്ദേഹം മുസ്ലിം ആകണമെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് മാത്രം അയാൾ മുസ്ലിം ആവൂല. എന്താണ് അതിന്റെ അർത്ഥം? അതിലെന്താ കുറവുള്ളത്? അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും ആരാധ്യൻ അതല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നവൻ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ വേറെ ആരും ഇല്ല പറഞ്ഞു. അതിൽ ഒരു സംശയമില്ല. പക്ഷെ എന്നാലും ആ പറഞ്ഞു നിർത്തലോടുകൂടെ ഒരാൾ മുസ്ലിമാവൂല. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അതിന്റെ കൂടെ ഒരു സെന്റൻസും കൂടി തുന്നിച്ചേർക്കണം. ആ ഒരു പദം കൂടി ചേർത്തിയാൽ മാത്രമേ അയാൾ മുസ്ലിം ആവൂ. അതെന്താണ്? വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹുവാണെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. പിന്നെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏറ്റവും പ്രധാനമായും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് രക്ഷപ്പെടാനുള്ള വഴി റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം മുഴുവൻ ഓർക്കുകയാണ്. ഉപ്പള്ളിയിൽ മാത്രാണോ? അല്ല. ബദരിയയിൽ മാത്രാണോ? അല്ല. സംഗീം പള്ളിയിൽ മാത്രാണോ? അല്ല. ലോകത്ത് മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ മാത്രമല്ല, മനുഷ്യ മക്കൾ ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുകയാണ്. കാരണം എന്താണ്? കാരണം ആ നേതാവിന്റെ സന്ദേശം ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും ബാധകമാണ്. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും. ഞാൻ ഓർക്കുന്നു, ഈ അടുത്ത് സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഈ അടുത്ത് പത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നു. എന്താ റിപ്പോർട്ട്?
നമ്മുടെ കർണാടകയിൽ കുശാൽ നഗർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, കൊടക് ജില്ലയിൽപ്പെട്ടതാണ്. ആ കുശാൽ നഗരിൽ ഒരു പ്രത്യേകം ഒരു വിഭാഗം ആളുകൾ അവിടെ ഇന്നും ജീവിക്കുന്നുണ്ട്. ടിബേറ്റിയൻ ജനവിഭാഗമാണ് അവർ. അവർക്കായിട്ട് പ്രത്യേകം സ്ഥലം തന്നെയുണ്ട്. ഒരു പ്രത്യേകം ഡ്രസ് അണിഞ്ഞ് അവരിങ്ങനെ പുറത്തേക്ക് അവിടെയുണ്ടല്ലോ. അവർക്ക് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു നേതാവുണ്ട്, അവരുടെ സ്പിരിച്വൽ ലീഡർ, ആത്മീയമായ നേതാവ്. ആരാണത്? ദലൈലാമ റളിയല്ലാഹു അൻഹു എന്ന് പറയണ്ട, സ്വഹാബിന്റെ പേരോ മദ്ഹബിന്റെ ഇമാമിന്റെ പേരൊന്നുമല്ല. ദലൈലാമ എന്ന് പറഞ്ഞ ടിബേറ്റിയൻ മതവിശ്വാസിക്കാരുടെ നേതാവാണ്. അദ്ദേഹം മൈസൂരിൽ വന്നു. ഈ അടുത്ത് പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്, ഉപ്പള്ളിക്കാർ വായിച്ചിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മൈസൂരിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ കുറെ ടിബേറ്റിയൻ ജനവിഭാഗങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രീച്ചിങ് ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നത് അവർ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് കർണാടകയിലെ ഔദ്യോഗികമായ പത്രങ്ങളിലൊക്കെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയി വന്നു. ആ വാക്ക് കൊടുത്തു. എന്നിട്ട് സെഡ് ബൈ ദലൈലാമ. ദലൈലാമ എന്ന് പറഞ്ഞാൽ ടിബേറ്റിയൻ ജനവിശ്വാസിക്കാരുടെ നേതാവാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്കറിയോ? അദ്ദേഹം പറഞ്ഞത് ഏത് ഭാഷയിലാണെന്ന് എനിക്കറിയില്ല. പത്രത്തിൽ വന്നത് മാത്രം ഇംഗ്ലീഷിലാണ്. അത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന റിപ്പോർട്ടായതുകൊണ്ട് അത് ഇംഗ്ലീഷിലാണ്. അദ്ദേഹം പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ നേതാവായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞെന്തറിയോ? ദ ലൈഫ് ഓഫ് മുഹമ്മദ്, പീസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് ഓൾമൈറ്റി അല്ലാഹ് ബി അപ്പോൺ ഹിം, ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഹ്യൂമാനിറ്റി. മുസ്ലിമീങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ലോകത്തുള്ള എല്ലാ മനുഷ്യ മക്കൾക്കും എക്സാമ്പിൾ, ഒരു മാതൃകയാണ്. തങ്ങളല്ല, മുദരിസല്ല, ഖതീബല്ല, ഖാളിയല്ല, ഖുലാത്തല്ല, ഇത് പറയുന്നത് ടിബേറ്റിയൻ നേതാവ് ദലൈലാമ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്തറിയോ വാക്ക്? മനുഷ്യ മക്കളുടെ ഏറ്റവും വലിയ പ്രയാസം എന്തറിയോ? പണമില്ലാത്തതല്ല, മഴയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഷമുണ്ടായിരുന്നു, കാറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഷമുണ്ടായിരുന്നു. ഇപ്പൊ ചിക്കനാങ്കൂർക്ക് വരുമ്പോ വല്ലാത്ത സുഖം തോന്നാം. അൽഹംദുലില്ലാഹ്, ഇവിടെ മഴയുണ്ടോ? വേണ്ട, അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് റഹ്മത്തിന്റെ മഴ ധാരാളം തരട്ടെ. അപ്പൊ നമ്മളെ മൂടുബിദ്ര ഭാഗത്തും മംഗലാപുരം ദക്ഷിണ കന്നഡയിലൊക്കെ മഴയില്ലാതെ ബുദ്ധിമുട്ട്. ടാങ്കറിൽ സുബ്ഹാനല്ലാഹ് വെള്ളം നിറച്ച് കൊണ്ടുവന്നിട്ട് വേണം ഓരോ വീട്ടിൽ വെള്ളം സപ്ലൈ ചെയ്യാൻ. അതിനെത്തരെ ഇപ്പൊ മിഞ്ഞാന്ന് ഒരാളിനോട് പറഞ്ഞ, ആൽദൂറുകാർ ഈ സദസ്സിലുണ്ടോന്ന് എനിക്കറിയില്ല, ആൽദൂരിൽ ഒരുക്കം കൊണ്ടെന്ന് വെച്ചാൽ 1000 രൂപ കൊടുക്കണോ? അപ്പൊ കുറെ കഴിഞ്ഞിട്ട് ഞാൻ ഈ സങ്കടം വേറെ സ്ഥലത്ത് പറഞ്ഞപ്പോ അവിടുത്തെ ആളുകൾ പറയാ, ആൽദൂരിൽ 1000 രൂപ ലഭിച്ചാതെ നമ്മുടെ നാട്ടിൽ 1500 കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു ടാങ്ക് വെള്ളത്തിന്. അത് മുത്തുനബി പഠിപ്പിച്ചതാണ്. അവസാനം ഒരു കാലം വരാനുണ്ട്, ആ കാലത്ത് വെള്ളം വേണമെങ്കിൽ കാശ് കൊടുക്കേണ്ടി വരുന്നൊരു കാലമുണ്ടെന്ന് ഖാല റസൂലുള്ളാഹ്. ആ കാലം എത്താതിരിക്കൂലല്ലോ, മുത്തുനബിയല്ലേ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദലൈലാമ പറയാണ്, ഇന്നത്തെ മനുഷ്യന്മാരെ ഏറ്റവും വലിയ പ്രയാസം എന്തറിയോ? അവരുടെ മനസ്സിന് സമാധാനമില്ല, വിഷമില്ല, ടെൻഷനോടെ ടെൻഷൻ. പണമില്ലാത്തവനാരാ? പണമുണ്ട്, പത്താസുണ്ട്, അധികാരമുണ്ട്, വാഹനമുണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലാത്തതെന്താ? പീസ് ഓഫ് മൈൻഡ് ഇല്ല. സങ്കടം പറയും, ഉസ്താദ് ദ്വാരക്കണം, തങ്ങളെ ദ്വാരക്കണം. എന്താ അറിയോ? പീസ് ഓഫ് മൈൻഡ് ഇല്ല, മനസ്സിന് സമാധാനമില്ല. അപ്പൊ ദലൈലാമ പറഞ്ഞ അതിനൊരു പരിഹാരമുണ്ട്. എന്താ? സമാധാനം. ദലൈലാമ പറഞ്ഞു, ഇഫ് വി വാണ്ട് ടു ഡിസ്ട്രോയ് ടെററിസം, if we wanted to prevent peace, we must follow the path of Prophet Muhammad, peace and blessings of Almighty Allah be upon him. പറഞ്ഞു, മനുഷ്യന് സമാധാനം വേണോ? ഇവിടെ ഭീകരവാദം ഇല്ലാതിരിക്കണോ? ടെററിസം ആക്ടിവിറ്റീസ് ഇല്ലാതിരിക്കണോ? ഒറ്റൊരു വഴിയുണ്ട്, എന്തറിയോ? we must follow the path of Prophet Muhammad sallallahu alaihi wasallam. മുസ്ലിമീങ്ങളുടെ നേതാവായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ വഴി അങ്ങ് പിന്തുടർന്ന് ജീവിച്ചാൽ എല്ലാവർക്കും സമാധാനം കിട്ടൂ എന്ന് പറഞ്ഞത് ഇമാമിങ്ങളല്ല, ഖാലഹു ദലൈലാമ. പറയണത് ദലൈലാമയാ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഞാൻ എന്തിനിത് പറഞ്ഞു ചോദിച്ചാൽ, ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള സർവ്വ മനുഷ്യ മക്കൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയി കീഴടങ്ങുന്ന രംഗമാണ് നമുക്ക് കാണുന്നത്. എന്നാൽ ഇതെല്ലാം ഭൗതികമായ രംഗത്തുള്ളതാണെങ്കിൽ ആത്മീയമായ രംഗത്ത് നമുക്കൊന്ന് പറയാം. സത്യവിശ്വാസിക്കും രക്ഷപ്പെട്ട
പ്രധാനപ്പെട്ട വഴി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സംഭവം പറയുന്നുണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാരത് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ശിബിലി ഇമാം പറയുന്നത്? അതാ എന്റെ അയൽവാസിയായ ഒരാള് മരിച്ചു. ശേഷം ഞാൻ അയാളെ സ്വപ്നത്തിൽ കണ്ടു. അയൽവാസിയെ മരിച്ചു. കുറെ സമയം പിന്നിട്ടതിന് ശേഷം ആ മരിച്ചയാളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, വമാ ഹാലുക യാ ഫുലാൻ ഇബ്നു ഫുലാൻ, മോനെ ഖബറിലുള്ള നിന്റെ അവസ്ഥ എന്താണ്? ഖബറിലുള്ള നിന്റെ അവസ്ഥ എന്താണ്? ആ സമയത്ത് ആ അയൽവാസി എന്നോട് പറഞ്ഞു, എന്നെയങ്ങ് അതാ ഖബറിലങ്ങ് പോയി മറമാടിയപ്പോൾ അതാ 2 മലക്കുകളങ്ങ് വന്നു. വാല് കേൾക്കുന്ന ഉമ്മമാരെ, ഞാനിത് പറയുന്നത് സീരിയലിന്റെ കഥയല്ല. വാല് കേൾക്കുന്ന പെങ്ങന്മാരെ, ഞാനിത് പറയുന്നത് സിനിമയുടെ ചരിത്രമല്ല. ഈ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഡെഫിനറ്റായി അനുഭവിക്കാനുള്ളതാണ്. ശിബിലി ഇമാം പറഞ്ഞു, ഞാൻ എന്റെ അയൽവാസിയോട് ചോദിച്ചു, മനുഷ്യ, നിന്നെ ഖബറിലങ്ങ് കിടത്തിയതിനു ശേഷം എന്താണ് നിന്റെ അവസ്ഥ എന്നൊന്ന് പറയുമോ? ആ സമയത്താണ് അയൽവാസി പറയുന്നത്, ഞാൻ അങ്ങ് മരിച്ച് എന്നെ അങ്ങ് കൊണ്ടുപോയി ഖബറിൽ ദഫൻ ചെയ്തപ്പോൾ 2 മലക്കുകൾ ചോദ്യം ചോദിക്കാനായി എന്റെ അടുത്ത് വന്നു. ആ വന്നപ്പോൾ അവർ എന്നോട് ചോദിച്ചത് 5 ചോദ്യങ്ങളാണ്. ആ 5 ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്കതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഞാനപ്പോൾ വല്ലാത്ത പേടിയിലുള്ള അവസ്ഥയിലാണ്. കാരണം 5 ചോദ്യം മലക്കുകൾ എന്നോട് ചോദിച്ചിട്ട് അതിൽ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. അങ്ങനെ ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ നല്ലൊരു സുന്ദരനായൊരു മനുഷ്യൻ എന്റെ ഖബറിലേക്ക് വന്നു. അതുവരെ ഇരുട്ടുള്ള ഖബറാണ്. ആ സുന്ദരനായ മനുഷ്യനിന്റെ ഖബറിലേക്ക് വന്നപ്പോഴേക്ക് ഖബറിടം പ്രകാശപൂരിതമായി വെളിച്ചം നിറഞ്ഞ ഖബറായി പോയി. ആ മനുഷ്യന്റെ രൂപത്തിൽ വന്നയാള് എന്റെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു തന്നു. മലക്ക് ചോദിച്ച 5 ചോദ്യത്തിനും ഞാനങ്ങ് മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞ് ആ മനുഷ്യനങ്ങ് മടങ്ങിപ്പോകുമ്പോൾ ഞാൻ ആ മനുഷ്യനെ മെല്ലയങ്ങ് വിളിച്ചു ചോദിച്ചു, അല്ല, നിങ്ങൾ ആരാണെന്നൊന്ന് പറയുമോ? ആ സമയത്ത് ആ മനുഷ്യരൂപത്തിൽ വന്നയാള് പറഞ്ഞത്, ഞാൻ ആരാണ് എന്ന് നിനക്കറിയേണ്ടതുണ്ടോ? അതെ, അറിയേണ്ടതുണ്ട്. എന്തേ കാരണം വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഖബറിൽ വന്ന് മലക്ക് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു തന്നത് നിങ്ങളല്ലേ? 10ാം ക്ലാസിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞു, PUC എക്സാമിനേഷൻ കഴിഞ്ഞു. പരീക്ഷാ ഹാളിൽ വെച്ച് ഒരു ചോദ്യത്തിനോ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിനോ 2 ചോദ്യത്തിനോ മറുപടി എഴുതാൻ കഴിയാതിരിക്കുന്ന സമയത്ത് അടുത്തുള്ള ആള് മെല്ലെ ആ ചോദ്യത്തിന്റെ ആൻസർ ഇന്നതാണ്, മറ്റേ ചോദ്യത്തിന്റെ ആൻസർ ഇന്നതാണ് എന്ന് പറഞ്ഞു തന്നാ പിന്നെ അയാളോട് വല്ലാത്ത സ്നേഹം. കാരണം പിന്നെ പറയും, എന്നെ വിജയിപ്പിച്ചത് അയാളാണ് എന്ന് പറയും. ഇതിപ്പോ ദുനിയാവിന്റെ അവസ്ഥയാ. അപ്പൊ ഈ പറഞ്ഞു തന്ന ആളോട് നമുക്ക് വല്ലാത്ത സ്നേഹം തോന്നൂലേ?
ഇത് ഖബറിലല്ലേ പറഞ്ഞു തരുന്നത്. കാരണം SSLC-യിൽ തോറ്റവരെന്റെ സദസ്സിലുണ്ടോന്നറിയില്ല. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ വിജയികളിൽ പെടുത്തട്ടെ. അങ്ങനെ തോറ്റാൽ തന്നെ വിഷമൊന്നുമില്ല. അതിനിപ്പോ കയറുമെടുത്തിട്ട് പള്ളിയെടുക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ പത്രത്തിൽ കണ്ടു മകൻ തോറ്റപ്പോ ഉമ്മയാണ് കയറെടുത്തത്. ഉമ്മ എക്സാം ഒന്നും എഴുതിയിട്ടില്ല, മകനാണ് എഴുതിയത്. പക്ഷെ മകൻ തോറ്റുപോയി. മകൻ തോറ്റിയപ്പോ ആത്മഹത്യ ചെയ്തത് ഉമ്മയാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പക്ഷെ ചെറിയൊരു സമാധാനം നമ്മുടെ സമുദായത്തിൽ പെട്ടതല്ല എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, SSLC-യുടെ പരീക്ഷയിൽ തോറ്റാൽ അതിൽ വിഷമൊന്നുമില്ല. ഞാനിപ്പോ ഒരുത്തന്റെ വാട്സപ്പിന്റെ സ്റ്റേറ്റസ് നോക്കി. ഒരു മാസ്റ്ററാണ്, അദ്ദേഹം ലെക്ചറാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റസ് ഇങ്ങനെ വായിച്ചപ്പോ അതിൽ കണ്ടു ഫെയിൽ ഇറോദേ ആഗോദക്കേ. ഫെയിൽ ഉള്ളത് തന്നെ തോക്കാൻ വേണ്ടിയല്ലേ, പിന്നെ ഫെയിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവോ? അതൊക്കെ സമാധാനത്തിന്റെ വാക്കാണ്. പക്ഷേ തോറ്റാൽ തന്നെ ജൂൺ 20-ാം തീയതി റീ എക്സാമിനേഷൻ ഉണ്ട്. എത്ര സബ്ജക്റ്റിലാണ് തോറ്റത് അതങ്ങ് എഴുതിയിട്ടങ്ങ് വിജയിച്ചാ മതി. പക്ഷെ ഖബറിൽ റീ എക്സാമിനേഷൻ ഇല്ല. SSLC-യിൽ റീ എക്സാമിനേഷൻ ഉണ്ട്. ഖബറിൽ മുൻഗണനക്കീറിന്റെ എക്സാമിനേഷൻ ഇല്ല, റീ എക്സാമിനേഷൻ ഇല്ല. അവിടെയല്ലേ വല്ലാത്ത വിഷമമുള്ളത്. ആദരണീയരായ ഹാമിം തങ്ങളവരുകൾ നമ്മുടെ വേദിയിലെത്തി. അൽഹംദുലില്ലാഹ്, ഉപ്പള്ളി തങ്ങളുണ്ട്, ഹാമിം തങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട സ്വാലിഹ് തങ്ങളുണ്ട്. അല്ലാഹു നമ്മുടെ സാദാത്തുക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ജാഫർ സ്വാദിഖ് തങ്ങൾ അല്പം സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ കൂട്ടത്തിൽ ഖബറിൽ ചോദ്യത്തിന് മറുപടി ഒരാൾ പറഞ്ഞു തന്നാൽ അയാളോട് വല്ലാത്ത സ്നേഹമാണ്. അങ്ങനെ ഒരാളങ്ങ് പറഞ്ഞു തന്നു. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോഴാണ് അയാള് പറയുന്നത്, അത് മറ്റാരുമല്ല, ദുനിയാവിൽ നിങ്ങൾ ചൊല്ലിയ സ്വലാത്തുണ്ടല്ലോ, ഉപ്പള്ളിയിലെ പള്ളിയുടെ പരിസരത്തിരുന്ന് നിങ്ങൾ ചൊല്ലിയ സ്വലാത്തുണ്ടല്ലോ, അല്ലെങ്കിൽ പള്ളിയുടെ ഉള്ളിലിരുന്ന് നിങ്ങൾ ചൊല്ലിയ സ്വലാത്തുണ്ടല്ലോ, ആ സ്വലാത്താണ് ഞാൻ. ബഹുമാനപ്പെട്ട എന്നാർപ്പുറ തങ്ങളും വന്നു. ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ഓരോ സാദാത്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ സാന്നിധ്യമാണ് നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ കാരണം. അല്ലാഹു അവിടത്തേക്ക് ബർക്കത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ദുനിയാവിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിന്റെ വർധനവാണ് ഖബറിൽ മനുഷ്യരൂപത്തിൽ വന്ന് നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കലാണ്. നബി തങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹമാണ് വേണ്ടത്. എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, റോട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് അത് നിങ്ങൾ വഅദിന്റെ സദസ്സിലേക്ക് വരുന്നതായാലും സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് വരുന്നതായാലും വഅദിന്റെ സദസ്സിലേക്ക് വരുന്നതായാലും റോട്ടിലൂടെ പോകുന്ന സമയത്ത് നിങ്ങളുടെ മുഖം നിങ്ങൾ മറക്കാതെ വെളിപ്പെടുത്തുന്ന വിധത്തിലാണോ നിങ്ങൾ പോകുന്നത്? എന്നാൽ നിങ്ങൾക്ക് വഅദിന്റെ സദസ്സിൽ വന്നിരിക്കാൻ അർഹതയില്ല. നേതാവായ തങ്ങളെ സദസ്സിൽ വന്നിരിക്കാൻ അർഹതയില്ല. എത്രയോ ഉമ്മമാരുണ്ട്. ഞാൻ ഇവിടെ ഉള്ള ഉമ്മമാരോട് പറയട്ടെ, ഇനിയിപ്പോ ഞമ്മളെ ഉമ്മമാരെ കൂട്ടത്തിൽ ചില ഉമ്മമാര്, വാത് കേൾക്കുന്ന ഉമ്മമാരെ കൂട്ടത്തിൽ ചില ഉമ്മമാര് മുഖം മറക്കാതെ ഇരുന്നിരിക്കും. അപ്പൊ തൊട്ടപ്പുറത്തെ ഉമ്മമല്ല ഇപ്പുറം നോക്കിയിട്ട്, കണ്ടില്ലേ നിന്റെ ഭാഗ്യമേ അത് ചൊന്നോണ്ടുള്ളൂ, മുഖമറക്കാണ്ട് ബന്ധരല്ലേ പോയി മറിച്ചപ്പാ നിന്റെ ഭാഗ്യം ചൊന്നോണ്ടുള്ളൂ. അങ്ങനൊന്നും കമന്റ് പറയാൻ പോകണ്ട. ചിലപ്പോൾ അവിടെ ചൂടായത് കാരണം ചിലപ്പോ മുഖത്ത് നങ്ങ് തുറന്നു വെച്ചിരിക്കും. റോട്ടിലൂടെ വരുന്ന സമയത്ത് മുഖമങ്ങ് മറച്ചിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ അന്യ ആണുങ്ങളൊന്നും കാണാനില്ലല്ലോ.
അപ്പൊ ഒന്ന് കൂളി കിട്ടിട്ടെന്ന് കരുതിയിട്ടൊന്ന് എടുത്തു വെച്ചതായിരിക്കൂ. അതുകൊണ്ട് ഇവിടെയുള്ള ഉമ്മമാരെ നിങ്ങൾ അങ്ങനെ വിലയിരുത്തണ്ട. ഇനി ഞാൻ പറയട്ടെ, കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഉമ്മ അങ്ങനെ വന്ന ഉമ്മയുണ്ടെങ്കിൽ ഉമ്മമാരെ, നിങ്ങൾക്ക് ചിലപ്പോൾ വിവരമില്ലാത്തത് കൊണ്ടായിരിക്കും. നിങ്ങളോട് ദേഷ്യത്തിൽ പറയുന്നതല്ല, സ്നേഹത്തിലാണ് പറയുന്നത്. കാരണം ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ എന്റെ ഒരു ആഗ്രഹമുണ്ട്, എന്റെ ഉമ്മ സ്വർഗത്തിൽ വരണോ. ആ ഉമ്മ സ്വർഗത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ അതുപോലെ ആഗ്രഹിക്കുകയാണ്, ഈ സദസ്സിലുള്ള ഉമ്മമാര് സ്വർഗത്തിൽ വരണോ. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ശരിക്കും കൃത്യമായും മുഖമൊന്ന് മറക്കാതെയാണ് വരുന്നതെങ്കിൽ ആ ഉമ്മാക്ക് ഹബീബായ തങ്ങളോട് കണക്ഷനില്ല. ചെറുപ്പക്കാരാ, നിന്റെ ഹെയർ സ്റ്റൈല് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹെയർ സ്റ്റൈലാകണോ. നിന്റെ താടിയുടെ ശൈലി അത് ഹബീബായ തങ്ങളുടെ താടിയുടെ ശൈലിയാകണോ. അതിന്റെ അർത്ഥം നബി തങ്ങളുടെ താടി നീണ്ട താടിയാണ്. അങ്ങനെ നിങ്ങൾ നീണ്ട താടി വെക്കണമെന്ന് ഞാനൊന്നും പറയുന്നതല്ല. അതേ സമയത്ത് ഇപ്പൊ ചില ചെറുപ്പക്കാർക്കൊരു സ്വഭാവമുണ്ട്. എന്റെ ഒരഭിപ്രായമുണ്ട്, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഇന്ന് മുസ്ലിം മഹല്ലുകളിൽ ഒരു സർവേ നടത്തിയാൽ, ഒരു മുസ്ലിം ജമാഅത്തിൽ ഒരു സർവേ നടത്തിയാൽ, താടി വെച്ചവനാണോ കൂടുതൽ, താടി വെക്കാത്തവനാണോ കൂടുതൽ? ഞാൻ ചെറുപ്പക്കാരെ കാര്യമാ പറയുന്നത്. ആ സർവേയിൽ നിന്ന് കിട്ടുന്ന ഉത്തരം എന്താണ്? താടി വെച്ചതാണ് കൂടുതൽ, താടി വളർത്തി വെച്ചവനാണ് കൂടുതൽ. അതേസമയം മെല്ലെ വന്ന് അടുത്തേക്ക് വിളിച്ചു ചോദിക്ക, മോനെ 2 മാസം മുമ്പ് അതല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം നിന്റെ മുഖത്ത് താടി കണ്ടില്ലല്ലടാ, ഇപ്പൊ എന്താടാ അതിന്റെ മുഖത്തിലൊരു നല്ലൊരു താടി കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ താടി വരും, അത് റംസാൻ സ്പെഷ്യൽ താടിയാ. അതല്ലല്ലോ സ്നേഹം. റംസാൻ കഴിഞ്ഞിട്ട് പെരുന്നാക്ക് പള്ളിക്ക് പോകുന്ന മുമ്പായിട്ട് നല്ലൊരു സലൂണിൽ പോകും, എന്നിട്ട് ക്ലീൻ ഷേവ് അങ്ങ് ചെയ്തു. റമളാനിന്റെ താടിയൊക്കെ ബാത്തിലായി പോയി. അങ്ങനെ ആവരുത്. പിന്നെ ഒരു ചെറുപ്പക്കാരനെ എല്ലാം അടുത്തേക്കൊന്ന് വിളിച്ചു, എന്താ ഈ താടി? കുറെ സമയം മുമ്പൊന്നും താടി കണ്ടില്ലോ, ഇപ്പൊ താടി കാണുന്നുണ്ടല്ലോ. അപ്പൊ മറുപടി, അത് ദിൽവാലെ സിനിമയിൽ ഷാറൂഖ് ഖാന്റെ മുഖത്ത് താടി വന്നതാണ്, അതുകൊണ്ട് ഞാൻ എന്റെ മുഖത്ത് താടി വെച്ചതാണ്. അതിന്റെ മുമ്പത്തെ സിനിമയിലൊന്നും ഷാറൂഖ് ഖാന്റെ മുഖത്ത് താടിയില്ല. അപ്പൊ ഈ താടി ഷാറൂഖ് ഖാനിന്റെ സുന്നത്താണോ മുത്തുനബിന്റെ സുന്നത്താണോ? ഇതിപ്പോ നമ്മൾ ഇമേജിനേഷൻ ചെയ്യണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, ഹബീബിനോട് സ്നേഹം കുറഞ്ഞുപോയി. ചില ചെറുപ്പക്കാരുടെ താടി, ഞാനിപ്പോ ഈ സദസ്സ് കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നാം. നിറഞ്ഞ സദസ്സാണ്, നല്ല അച്ചടക്കമുള്ളവരാണ്. ചിലരുടെ താടി കണ്ടില്ലേ, സുബ്ഹാനല്ലാഹ്. ഇവിടുന്ന് ഒരു ആരോ മാർക്ക് അങ്ങോട്ട് പോയി, ഇവിടുന്ന് ഒരു ആരോ മാർക്ക് ഇങ്ങോട്ട്. എന്റെ ബില്ലുബാണല്ല. ഈ ആരോ മാർക്ക് അങ്ങോട്ട് പോയത് ഏതോ ഒരു സിനിമയുടെ സ്റ്റൈലാണ്. പാടില്ല ചെറുപ്പക്കാരാ, ഇതൊക്കെ കാണുന്നുണ്ട്. മദീനയിൽ കിടക്കുന്ന നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട് എന്ന രൂപത്തിലാകണോ. കഴിഞ്ഞ കാലങ്ങളിലെ മഹാന്മാര് എത്രയാണ് നബി തങ്ങളെ സ്നേഹിച്ചത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാ, നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവരികളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ കാണാം, യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ശവാഹിദുൽ ഹഖ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പച്ചങ്കായി തിന്നിട്ടില്ല. എന്ത് തിന്നിട്ടില്ല എന്ന് പറഞ്ഞത്? ബച്ചങ്കായി തിന്നിട്ടില്ല. ബച്ചങ്കായി തിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ബത്തക്ക തിന്നിട്ടില്ല. ബത്തക്കല്ലേ നമ്മളെ ഉപ്പള്ളിക്കാർ ബച്ചങ്കായി എന്ന് പറയാ അല്ലേ? വാട്ടർ മെലൻ എന്ന് പറയും, കല്ലങ്കടി ഹണ്ണു എന്ന് പറയും, ഒക്കെ ഒന്ന് തന്നെയാണ്. അതാണ് ബത്തക്ക. കാരണം എന്തറിയോ, ഇത് പറയാൻ ഭാഷയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഭാഷയിൽ ഒരുപാട് വ്യത്യാസമില്ലേ? നക്കിനിക്ക് ബ്യാരി ഭാഷ തന്നെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ബ്യാരി ഭാഷ തന്നെ ഒരുപാട് വ്യത്യാസമില്ലേ? ഇവിടെ സൈക്കിൾക്ക് എന്താ പറയാ? സൈക്കിള് സൈക്കിള്. എന്നാ കുറച്ച് അപ്പുറം പോയിട്ട് ചോദിച്ചു നോക്കി, അവിടെ പറയും സൈക്കിൾ എന്നറിയും.
സൈക്കിളല്ല സൈക്കിൾ നായി. ഈ ഉറങ്ങണ സമയത്ത് ഇപ്പൊ നിങ്ങളത് ചിന്തിക്കട്ടാവാ, ഇയാൾ വലിയ നക്കിനിക്കടാനല്ല, ഇയാൾ പിന്നെ മലയാളത്തിൽ എന്തെങ്കിലും മുണ്ടേ, മലയാളത്തെ ചൊല്ലൊക്കെ വേണ്ടി ചൊന്നത് കൊണ്ട് മാത്രം മലയാളത്തിൽ ഒന്നുമില്ലേ, അല്ലെങ്കിൽ നക്കിനിക്കല് ചൊല്ലാതെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉറങ്ങണ സമയത്ത് തലേന്റെ അടിയിൽ വെക്കുന്ന തലതിമ്പില്ലേ, അല്ലെ എന്തിനാ വരാ, അതെനിക്കും അറിയും, തൽക്കാണി. പക്ഷെ കുറച്ച് സ്ഥലത്ത് പോയി ചോദിക്ക്, അതെന്താ അറിയോ, തൽക്കാണിയല്ല തലങ്കാണി എന്ന് പറയും. ഒരു ഇടയ്ക്കൊരു ഹഫീഫത്തായ നൂന് കടന്നു വരും ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഭാഷക്ക് ഒരു വ്യത്യാസമാണ്. ഇപ്പൊ കർണാടകത്തിന്റെ അവസ്ഥയാണെങ്കിൽ കേരളത്തിൽ പോയി നോക്ക്, കാസർഗോഡ് ജില്ലയിൽ ഒരു ഭാഷ വേറെ, മലപ്പുറത്ത് വേറെ, പിന്നെ കോഴിക്കോട് വേറെ, പിന്നെ അപ്പുറം കൊല്ലം കോട്ടയം എന്ന് പറഞ്ഞാൽ ഒക്കെ വേറെ. പിന്നെ പുള്ളിക്കാരനെ വിട്ടിട്ട് വേറൊരു പണിയില്ല, ഒക്കെ തൊട്ടേന് പിടിച്ചതൊക്കെ പുള്ളിക്കാരനെ. ഞാൻ പറഞ്ഞു വന്നത് ഭാഷ വ്യത്യാസം. കേരളത്തിൽ ഒരു ജില്ലയിൽ ഞാൻ വേദന പോയി, അത് പറയുന്ന പ്രസംഗിച്ചത് കൊണ്ട് നല്ല വേർത്തിട്ടുണ്ട്. എന്നോട് ഞാൻ വേർത്ത കാര്യം അയാളെ പറയില്ല, കാരണം ആ മുഖത്ത് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുമ്പോൾ മനസ്സിലാവല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഉസ്താദ് വേഗം കുളിക്ക് ഫ്രഷായി, എന്നിട്ട് നല്ലൊരു റൂമും തന്നു, AC ഒക്കെ ഓൺ ചെയ്തു, ഉസ്താദ് തന്നെ ഉറങ്ങിക്കോളി, ഭക്ഷണമൊക്കെ തന്നു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോണ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞതാ, യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് മരിച്ചു എന്ന് തോന്നിപ്പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞ ഭാഷന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, എന്നറിയോ, നിങ്ങൾ ഈ മരത്തിൽ തൂങ്ങ, ഞാൻ അപ്പുറത്തെ മരത്തിൽ തൂങ്ങാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു, 2 പെൺകുട്ടികളെ ബാപ്പയാണ് ഞാൻ ഇപ്പൊ തന്നെ തൂങ്ങാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ എന്താ സംഭവം? അപ്പൊ അയാൾ പറയാ, ഞാൻ പറഞ്ഞു, ആചാര്യ ഭക്ഷണം തരുന്ന മുമ്പ് ഇത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങനെ ചെയ്ത, ഞാൻ നേരെ എന്റെ വണ്ടി ഒറ്റ കയറ്റി ഞാൻ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയത്. അപ്പൊ അയാൾ പറഞ്ഞു, എന്താ ഇപ്പൊ അതിന്റെ വലിയ വിഷമൊന്നുമില്ലല്ലോ ഉസ്താദേ. ഞാൻ പറഞ്ഞത് ഈ മരത്തിൽ തൂങ്ങാന്ന് പറഞ്ഞാൽ ഈ കട്ടിലിൽ ഉറങ്ങാം. മരം മീൻസ് കട്ടിൽ, തൂങ്ങാൻ മീൻസ് ഉറങ്ങാൻ പറഞ്ഞാൽ ആ കട്ടിലിൽ ഞാൻ ഉറങ്ങാം, ഈ കട്ടിൽ നിങ്ങൾ ഉറങ്ങിക്കോളി. ഞാൻ പറഞ്ഞു, അങ്ങനെ തന്നെ പറഞ്ഞാൽ പോരാ എന്റെ ആചാര്യ. അപ്പ പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ ഭാഷ അങ്ങനെയാണ്, ജില്ലന്റെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു, അപ്പൊ ഭാഷയാണ് വ്യത്യാസം. അപ്പൊ വിഷയം മറക്കണ്ട, ബച്ചങ്കായി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ലം യകുലിൽ ബിത്തീഖാ, മഹാനവരുകൾ ബത്തക്ക ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഞാനിവിടെ വന്നപ്പോ നമ്മൾ ഇസ്മായിലിന്റെ വീട്ടിൽ പോയി, അവിടെ കുറച്ച് ഫ്രൂട്ട്സ് തന്നിരുന്നു. അല്ലാഹു അവർക്കൊക്കെ ബറക്കത്ത് നൽകട്ടെ. ആ ഫ്രൂട്ട്സിന്റെ കൂട്ടത്തിൽ ബത്തക്ക ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ മുന്നിൽ ബത്തക്ക വന്ന് കൊണ്ടുവന്ന് വെച്ചാൽ എപ്പോഴാണത് തീരാന്ന് പറയാൻ പറ്റൂല. ന്യായം ഉണ്ടാവും, അത് കഫ തന്നെയായി പോകുമെന്ന് പറഞ്ഞിട്ടൊരു ന്യായം. ആ ന്യായം പറഞ്ഞിട്ട് നല്ലോണം തിന്നുന്നവരുണ്ടാവും. ഞാൻ പറയുന്നത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മഹാനവരുകളെ ചരിത്രത്തിൽ കാണാം, മഹാനവരുകൾ ബത്തക്ക കഴിച്ചിട്ടില്ല. നാട്ടുകാര് വന്ന് ബത്തക്കൊരു പ്രത്യേകതയുണ്ട് മുസ്ലിമീങ്ങളെ. അതെന്താണെന്നറിയോ? പൊന്നാര ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവരുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാൻ ബത്തക്ക കഴിക്കാതിരിക്കാനുള്ള കാരണം എനിക്കറിയാം, ഹബീബായ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ബത്തക്കയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് തിന്നാതിരിക്കാനുള്ള കാരണം എന്റെ നേതാവായ താജിദാരെ മദീന, സർക്കാരെ ആലം സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബത്തക്ക കഴിക്കുന്ന സമയത്ത് ഏത് രൂപത്തിലാണ് കഴിച്ചത് എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷേ ഞാൻ ുമ്പോ എന്റെ നേതാവ് കഴിച്ച രൂപത്തിന് എതിരായി ഞാൻ കഴിച്ചാലോ എനിക്ക് പിന്നെ ഹബീബിനോട് സ്നേഹമുണ്ടോ? മഹാന്മാരുടെ ചിന്ത നിങ്ങൾ കണ്ടില്ലേ? അവർ ഹബീബിനെ സ്നേഹിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ആ സ്നേഹം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന രക്ഷപ്പെടാൻ വകുപ്പില്ല. എന്റെ വാല് കേൾക്കുന്ന പെങ്ങന്മാരെ, നബിതങ്ങളുടെ പൊരുത്തം വേണോ? എന്നാൽ സ്വന്തം ഭർത്താക്കന്മാരുടെ പൊരുത്തം വേണോ? നബിതങ്ങളുടെ പൊരുത്തമല്ലേ നാം ആഗ്രഹിക്കുന്നത്, എന്നാൽ സ്വന്തം ഭർത്താക്കന്മാർ. അപ്പൊ ചിലപ്പോ ഭർത്താക്കന്മാർ ഉഷാറാണ്, കോളർ മെല്ലെങ്ങനാക്കൂ. കണ്ടില്ലേ ഭർത്താക്കന്മാരെ പവറാ.
മുത്തുനബിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ ഞങ്ങളെ പൊരുത്തം വേണം പറഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയി ഗുലുമാനാക്കണ്ട. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, പുരുഷന്മാരെ, നിങ്ങൾക്ക് നബിതങ്ങളെ പൊരുത്തം വേണോ, സ്വന്തം ഭാര്യമാരുടെ തൃപ്തി വേണോ? ഭാര്യമാരെ തൃപ്തിപ്പെടുത്താതെ നേതാവിന്റെ പൊരുത്തം കിട്ടൂല. ഈ സദസ്സിൽ ധാരാളം ഉമ്മമാരുള്ളത് കൊണ്ട് ഞാൻ പറയാണ്, ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് പറയാണ്. അതിനെന്തു വേണം ഉമ്മമാരെ? ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്. ഉപ്പള്ളിയിലെ ഉമ്മമാരൊക്കെ നല്ല ഉമ്മമാരാണ്, അല്ലാഹു ബർക്കത്താക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ എന്റെ കാർ എവിടെ നിർത്തിയെന്ന് എനിക്കറിയില്ല. മെല്ലെ അങ്ങ് പോയിട്ട് കാറിന്റെ കാറ്റങ്ങ് എടുത്താൽ പിന്നെ മൈസൂർ ഉണ്ടാവില്ല, മുത്തുപേട്ട ഉണ്ടാവില്ല, ഏർവാടി ഉണ്ടാവില്ല, പിന്നെ ഉപ്പള്ളി തന്നെ ആയിരിക്കും. അല്ലാഹു നമ്മൾ ഉമ്മമാർക്ക് ബർക്കത്താക്കട്ടെ. നല്ല ഉമ്മമാരാണ് ഇവിടുത്തെ ഉമ്മമാരൊക്കെ, അല്ലാഹു ഖൈർ നൽകട്ടെ. അതേ സമയത്ത് ചില ഉമ്മമാർക്ക് ഒരു സൂക്കേടുണ്ട്. എന്തറിയോ? നല്ലോണം നിസ്കരിക്കും, നല്ലോണം നോമ്പ് നോക്കും, റജബ് ശഅബാൻ മൊത്തം നോമ്പാണ്. പക്ഷെ എന്തേന്നറിയില്ല, ഭർത്താവിനെ കണ്ടാൻ പറ്റൂല. അതാണ് വിഷമം. ബാക്കിയെല്ലാം ഓക്കെ, എല്ലാ തിങ്കളാഴ്ച നോമ്പ്, സുന്നത്ത് നോമ്പ്, വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ്, റജബ് ശഅബാൻ 2 മാസം മൊത്തം നോമ്പ് തന്നെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു നോമ്പുണ്ട് ഉസ്താദേ ചോദിക്കുമ്പോ, മൊത്തം നോമ്പ്. പക്ഷേ സ്വന്തം ഭർത്താവിനെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ ആ ഉമ്മ വിഷമിച്ചു പോയാൽ ആ ഉമ്മാക്ക് രക്ഷപ്പെടാൻ വകുപ്പില്ല. ഉമ്മമാരെ, ഏതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാത്തത്തിൽ ഇദാ മാത്തത്ത് ഇംറഅതു, ഒരു ഭാര്യ അങ്ങ് മരിച്ചു, പക്ഷേ വസൗജുഹാ അൻഹാ റാളിൻ, ആ ഭാര്യ അങ്ങ് മരിക്കുമ്പോ സ്വന്തം ഭർത്താവിനിക്ക് ഭാര്യയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. നിന്റെ ഭാര്യ നല്ല ഭാര്യയാണ്, അവളെ പോലൊരു ഭാര്യനെ നമുക്ക് കിട്ടാൻ വകുപ്പില്ല എന്ന് ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെക്കുറിച്ച് പറഞ്ഞ് ആ വിധത്തിലാണ് ഒരു പെണ്ണ് മരിച്ചതെങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഖലത്തിൽ ജന്ന, ആ ഭാര്യ സ്വർഗത്തിലങ്ങ് എത്തിപ്പോയി. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് സുബ്ഹാനല്ലാഹ്, തൊട്ടേനും പിടിച്ചേനും ഗുലുമാലെന്നെ ഭർത്താക്കന്മാരോട്. ഡ്രസ്സ് കൊണ്ടുവന്ന ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ടാ പിന്നെ ഭർത്താവിന്റെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിയുന്നത് ഇന്നലില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്കണം, അങ്ങനെ ഉണ്ടായിക്കൂടാ ഉമ്മമാരെ, സഹോദരിമാരെ. അതുകൊണ്ട് ഒരു വീട്ടിൽ രാത്രി സമയത്ത് എപ്പോ നോക്കിയാലും ഗുലുമാലെന്നെ. 12 മണി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ചിരിയോടെ ചിരി തോന്നിപ്പോകും. കേൾക്കുമെന്ന് ചിരി കോമ്പറ്റീഷൻ ആണോ, ലോഫിംഗ് കോമ്പറ്റീഷൻ, ചിരി തന്നെ ചിരി ആ വീട്ടിൽ. ഇതിന് സുബഹി വസ്ത്രങ്ങളൊക്കെ അലക്കുന്ന സമയത്താണ് ഇപ്പുറത്തെ വീട്ടിന്റെ പെണ്ണിനോട് അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് പറയാണ്, നിന്റെയും നിന്റെ ഭർത്താവിന്റെയും ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് കിട്ടാൻ വേണ്ടി നീ ഒന്ന് ദ്വാരക്കണം. കാരണം 12 മണി കഴിഞ്ഞാൽ പിന്നെ നിന്റെ വീട്ടിൽ എപ്പോ നോക്കി ചിരിയല്ലേ. അപ്പൊ നീയും നിന്റെ ഭർത്താവ് രണ്ടാളും നല്ല ചിരിക്കണം കാണുമ്പോ നിങ്ങളുടെ ലൈഫ് നല്ല ഹാപ്പിയാണെന്ന് മനസ്സിലാണ്. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ചോദിച്ചു വാങ്ങണ്ട, വെറുതെ വടി തന്നിട്ട് അടിയെടുക്കണ്ട. കാരണം നമ്മളെ വീട്ടിലെ 12 മണിക്ക് ശേഷം നടക്കുന്ന ചിരി നീ ഉദ്ദേശിച്ച പോലെ നബിതങ്ങളും അതുപോലെ തന്നെ ആയിഷാ ബീബിന്റെ ഇടയിലുള്ള ചിരി പോലത്തെ ചിരിയല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബിന്റെ ഇടയിലുള്ള ചിരിയല്ല. പിന്നെ ഈ ചിരി എന്താ അറിയോ? ഈ ചിരി 12 മണിക്ക് ശേഷം എന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരും, കള്ളും പേന്തിയിട്ടാ വരുന്നത്, കള്ളും കുടിച്ചിട്ടാ വരുന്നത്. എന്നിട്ട് വന്നിട്ട് ഗുലുമാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ പെട്ടതാണ് ബത്തക്ക. ഒന്ന് ബത്തക്കയാണ്, മറ്റൊന്ന് മുന്തിരിയാണ്, മറ്റൊന്ന് ഈത്തപ്പഴമാണ്. ഇത് മൂന്നും ഭർത്താവിന്റെ കാലിലുള്ള ചെരുപ്പെടുത്തിട്ട് എനിക്ക് അയാളെ വലിച്ചെറിയും. അത് എന്റെ മേത്തേക്ക് അങ്ങ് തട്ടുമ്പോ ഞാൻ നല്ലോണം കൈകൊട്ടി ചിരിക്കും. എന്നിട്ട് ആ എനിക്ക് കൊണ്ട് ചെരുപ്പ് എടുത്തിട്ട് ഞാൻ അതേ ഏർ അങ്ങോട്ട് വലിച്ചെറിയുമ്പോ എന്റെ ഭർത്താവിന്റെ മേത്തേക്ക് കൊള്ളുമ്പോ ഞാനും കൈകൊട്ടി ചിരിക്കും. ഈ ചിരിയാണ് 12 മണിക്ക് ശേഷമുള്ള ചിരി. ഇത് നിനക്ക് വേണോ? അങ്ങനെ ആവരുതല്ലോ നമ്മുടെ ബന്ധം. ഉമ്മമാരെ, ദുനിയാവിലെ ഭാര്യ ഭർത്താവിന്റെ ബന്ധം എന്നത് ദുനിയാവിൽ മാത്രമുള്ളതല്ല. നാളെ സ്വർഗത്തിലെത്തണോ? ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരാ, ആ ബന്ധം ദുനിയാളെ സ്വർഗത്തിൽ വരെ എത്തണോ?
അതിന് വാലയേക്കുന്ന ഉമ്മാന്റെ മനസ്സിലൊരു ആജ്ഞാവിലെ എന്റെ ഭർത്താവ് ആരാണോ അതേ ഭർത്താവ് നാളെ എനിക്ക് സ്വർഗത്തിൽ കിട്ടണോ. വാല കേൾക്കുന്ന ആണുങ്ങളെ മനസ്സിലൊരു സ്വഭാവം വേണം, ചിന്ത വേണം. ദുനിയാവിൽ എന്റെ ഭാര്യ ആരാണോ അതേ ഭാര്യ എനിക്ക് നാളെ സ്വർഗത്തിൽ കിട്ടണോ. ഉസ്താദേ ഇതെന്തൊരു ഉസ്താദേ, ദുനിയാവിൽ സഹിച്ചത് മെയ്യാവില്ലേ, പാടെ സ്വർഗത്തിൽ പോയിട്ട് സഹിക്കണോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അത് പറ്റൂല, അങ്ങനെ കഴിയും. ഇപ്പൊ നിങ്ങളെ ഭാര്യമാരാരാ പടച്ചറപ്പിനറിയാൻ നിങ്ങൾക്കും അറിയാം. എന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ വരുന്ന സമയത്ത് നിങ്ങളെ ഭാര്യമാർ നിങ്ങൾക്ക് സ്വർഗത്തിലുള്ള ഹൂറുൽ ലിസാനാണെന്ന് ഖാല റസൂലുള്ളാഹി. വാല കേൾക്കണം ഉമ്മമാരെ, നിങ്ങൾ നാളെ സ്വർഗത്തിൽ വരുമ്പോ നിങ്ങളെ ഭർത്താക്കന്മാരാണ് സ്വർഗത്തിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വരുത്തുന്നതെന്ന് ഖാല റസൂലുള്ളാഹി. സ്വർഗത്തിലെ ഹൂറുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ സാധാ പെണ്ണുങ്ങളല്ല. സ്വർഗത്തിലെ ഹൂറുൽ ലിസാൻ ആരാ? കണ്ടേ ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്. ഇവിടെ ക്ലോസപ്പിന്റെയും കോൾഗേറ്റിന്റെയും പ്രോമിസിന്റെയും പെപ്സറന്റിന്റെയും ഒക്കെ അഡ്വർടൈസ്മെന്റിൽ കാണാം ഒരു ഷൈനിങ് പല്ലില്. മറ്റൊരു സ്ഥലത്ത് പല്ലിൽ ഷൈനിങ് കാണൂല. അതേ സമയത്ത് സ്വർഗത്തിലുള്ള ഹൂറുൽ ലിസാൻ, ആ ഹൂറുൽ ലിസാനിന്റെ പല്ലിന്റെ ലെങ്കൽ അത് കണ്ടപ്പോ ഒരു വികാരം പോലും ഇല്ലാത്ത സാക്ഷാൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന് വരെ വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. അതാരാ? ഉമ്മമാരെ, സ്വർഗത്തിലെ ഹൂറുൽ ലിസാൻ ആരാണ്? നിങ്ങൾ ദുനിയാവിൽ ഭർത്താക്കന്മാരെ സ്വർഗത്തിൽ എത്തിച്ചവരാണോ? ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, സുബഹിക്ക് വേഗം അങ്ങ് എണീറ്റ് നിസ്കരിക്കും. ചാവ് എണീറ്റ് നിസ്കരിക്കുന്നില്ല. അയാൾ ചിലപ്പോൾ ലോറി ഡ്രൈവറാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പണിക്ക് പോവാണ്. ഇന്നത്തെ ലോറി ഡ്രൈവർമാർ സദസ്സിലുണ്ടെങ്കിൽ വിഷമം തോന്നിട്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു മുസ്ലിയാരാണ് ഉദാഹരണം പറയാ. ഉദാഹരണം പറയുമ്പോൾ അങ്ങനെ തന്നെ വേണമെന്നില്ലല്ലോ. ഇനിയിപ്പോ അതിന്റെ പേരിൽ ചൊടിച്ചിരണ്ട, അയാളെ വിളിക്കണ്ട, ലോറി ഡ്രൈവർമാരെ ഇൻസൾട്ടാക്കി പോയിന്. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ആ ഭാര്യ എണീറ്റിട്ട് സുബ്ഹി അങ്ങ് നിസ്കരിക്കാൻ പോകുമ്പോൾ ആ ഭാര്യക്ക് സ്വന്തം ഭർത്താവിനോട് സ്നേഹമോ, ആ ഭർത്താവിനെ മെല്ലെ അങ്ങ് തട്ടി വിളിക്കണം സുബ്ഹിക്ക്. ഇവിടെ എങ്ങനെ വിളിക്കാന്ന് എനിക്കറിയില്ല. നമ്മുടെ ഭാഗത്തൊക്കെ ഇതൊറു എന്ന് വിളിക്കൂ. ഇവിടെ എങ്ങനെ വിളിച്ചാലും നടക്കടില്ല. എങ്ങനെ സുബ്ഹാനല്ലാഹ്, ഇപ്പൊ കാലം അങ്ങ് മാറിപ്പോയി. ഇപ്പൊ ഇതൊറു അല്ല, ഒതറു അല്ല, ഒബറു അല്ല. ഇപ്പൊ വിളിക്കണമെന്നറിയോ? പേരെന്നെ, ഡയറക്റ്റ് പേര് എന്നും പറയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു കാലം വന്നു പോയി. സ്വന്തം ഭർത്താക്കന്മാരുടെ പേര് വിളിക്കുന്നൊരു കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ഖാല റസൂലുള്ളാഹ്. അപ്പൊ യഥാർത്ഥത്തിൽ ഭർത്താവിനോട് ഭാര്യക്ക് സ്നേഹമുണ്ടോ? ആ ഭാര്യ സുബ്ഹിക്ക് അങ്ങ് എണീക്കണ സമയത്ത് അതാ ഭർത്താവിനെ മെല്ലെ അങ്ങ് തട്ടി ഉണർത്തണോ. ഉണർത്തിയിട്ട് പറയണം, എനിക്കൊരു പോരൂ, പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കൂ. സുബ്ഹാനല്ലാഹ്. ഏതുവരെ എന്നറിയോ? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു. ശരിയേ, നബി തങ്ങൾ പഠിപ്പിച്ചു പള്ളിയിലേക്ക് പോകാൻ ഭർത്താവിനെ വിളിച്ചുണർത്തണം. ഉണർത്തുമ്പോ ഇയാൾ എണീക്കണില്ല. എണീക്കാതിരിക്കുന്നത് രണ്ട് രൂപത്തിലുണ്ടാവും. ഒന്ന്, വർക്ക് നല്ലോണം പിടിച്ചിട്ട് എണീക്കാതിരിക്കുന്നുണ്ടാവും. രണ്ട്, തീരെ ഉറങ്ങിയിട്ടില്ല, ആക്ഷൻ 500 ആണ്, വർക്ക് നടിച്ചതാണ്. അപ്പൊ പിന്നെ വർക്ക് നടിച്ചാലെ ഉണർത്താൻ പറ്റൂലല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിളിച്ച് മെല്ലെ ഉണർത്തുമ്പോ എണീക്കുന്നില്ലേ? എന്നാൽ ഒരു കാര്യം ചെയ്യണം, മെല്ലെ കുറച്ച് വെള്ളോ. ഇനിയിപ്പോ നാളെ ബദ്രുദ്ധം നടക്കുമെന്ന് എനിക്ക് പേടിയാവുകയാണ് ഇങ്ങനെ പറയുമ്പോ. ഇത് നൗഫൽ പറഞ്ഞതല്ല കേട്ടോ. നൗഫൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മെല്ലെ ഞങ്ങൾ കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിയാം. ഇത് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മെല്ലെ കുറച്ച് വെള്ളം കൊണ്ടുവരണം. ആ വെള്ളം കൊണ്ടുവന്നിട്ട് ഭർത്താവിന്റെ മോത്തേക്ക് മെല്ലെ എങ്ങ തെരിപ്പിക്കണം. പാട്ട തന്നെ ചെരിക്കണ്ട. പാട്ട ചരിച്ചാ പിന്നെ അത് ഒടുക്കത്തെ തെരിപ്പിക്കലായിരിക്കും, പിന്നെ ഉണ്ടാവൂല. പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കേണ്ടി വരും. അങ്ങനെ വരുത്. മെല്ലെ കുറച്ച് വെള്ളെടുത്തിട്ട് ഭർത്താവിന്റെ മുഖമങ്ങ് തടവി കൊടുക്ക. ഇതിപ്പോ നാളെ സുബഹിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളെ സ്വന്തം ഭാര്യമാരോട് ഇത് പറയണം. ഉസ്താദിന്റെ വാതിൽ കേട്ടില്ലേ? അതുകൊണ്ട് സ്വന്തം ഉമ്മമാരെ നിങ്ങൾ ഭർത്താക്കന്മാരോട് പറയണോ, നാളെ സുബഹിക്ക് നിങ്ങമീത്തു എണീക്കുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ
മെല്ലെ വെള്ളം നിങ്ങളെ മുഖത്തൊക്കെ അങ്ങ് തുടഞ്ഞു തരും. പക്ഷേ നിങ്ങൾ എന്നെ ഇനി ചെയ്യുമ്പോ തന്നെ കുറച്ച് ദൂരെ നിന്നിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവനെ ചവിട്ട് കിട്ടൂ. അല്ലാഹു കാക്കട്ടെ. ഞാൻ പറയണത്, അങ്ങനെ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ തട്ടി വിളിച്ച് ഉണർത്തിയിട്ട് ആ ഭർത്താവിനെ പള്ളിയിൽ സുബഹി ജമാഅത്തിന് അയച്ചാൽ ആ ഭർത്താവാണ് ഈ ഭാര്യക്ക് നാളെ അങ്ങനെ അപ്പെങ്കിൽ ബാൻഡേ ബാൻഡ് എന്നാണ് അത് ആക്കിയില്ല. എന്ത് കാരണം? ദുനിയാവിൽ എന്നെ കുറെ സഹിച്ചിനല്ലോ, ഇനിയിപ്പോ വീണ്ടും കിട്ടിയാലോ? അങ്ങനെ ആവരുത്. നമ്മുടെ ബന്ധം അവിടെ എത്തണം. പുരുഷന്മാർക്കും ആഗ്രഹം വേണം. നമ്മുടെ ഭാര്യമാർ നാളെ നമ്മൾ സ്വർഗത്തിൽ വരുമ്പോ ഹൂറുൽ ലിസാനിന്റെ കാര്യം പറയുമ്പോഴേക്കാ ഒരു സ്ഥലത്ത് വാദിന് പോയപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരു 500 രൂപ സദസ്സിലേക്ക് സംഭാവന തന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ദ്വാർക്കണം. എന്തിനാ ദ്വാർക്കേണ്ടത്? എനിക്ക് സ്വർഗത്തിലെ ഹൂറുൽ ലിസാന് കിട്ടണോ. അപ്പൊ എന്താ മോനെ പേര് നോക്കുമ്പോ കല്യാണം കഴിച്ച ബഷീറാണ്. കല്യാണം കഴിച്ച ബഷീറാ പറയണത് സ്വർഗത്തിലെ ഹൂറുൽ ലിസാന് കിട്ടണോ. ഞാൻ അങ്ങ് ദുആർന്നു പടച്ച റബ്ബേ, ഇന്നാലിന്നയാളുടെ മകൻ ബഷീർ എന്ന ചെറുപ്പക്കാരൻ 500 രൂപ തന്നിട്ട് ഹൂറുൽ ലിസാന് കിട്ടാൻ വേണ്ടി ദ്വാർക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വാദം കഴിഞ്ഞിട്ട് എന്റെ ദർസിലേക്ക് പോയിരിക്കുക. ഞാൻ ദർസിലിരിക്കുന്ന സമയത്താണ് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ വിളിക്കുക, ഉസ്താദേ ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് ബഷീറാ വിളിക്കണത്. എന്താ ബഷീറെ പറയൂ. സംഭവം ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ എന്നെ വല്ലാതെ കുടുക്കിലാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താടാ വിഷയം? അപ്പോഴാ പറയണ, അല്ല ഉസ്താദെ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വാദിന് വന്നപ്പോ 500 രൂപ നിങ്ങളെ വാദിന്റെ സദസ്സിന്റെ അവസാനം ഒരു 500 രൂപ നിങ്ങളെ കയ്യിൽ തന്നിട്ട് ഞാൻ പറഞ്ഞില്ല സ്വർഗത്തിലെ ഹൂറുൽ ലിസാന് കിട്ടാൻ ദ്വാർക്കണോ. അപ്പൊ നിങ്ങൾ എന്റെ പേരെന്താണെന്ന് ചോദിച്ചില്ല, ഞാൻ എന്റെ പേരും പറഞ്ഞില്ലേ. ആ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ആ സദസ്സ് എങ്ങ് ദുആ ചെയ്തില്ലോ. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? എന്റെ ഭാര്യ വീട്ടിലേക്ക് ഞാൻ എത്തിയതിനു ശേഷം എന്നോട് ചോദിച്ചു, ഉസ്താദ് ദുആർന്ന ബഷീർ നിങ്ങമേമാ. ഉസ്താദ് സ്റ്റേജ് ദുആർന്ന ബഷീർ നിങ്ങമേമാ. ഞാൻ പറഞ്ഞു ഞാനേ. അപ്പൊ നിങ്ങൾക്ക് എന്തേ നാമയ്യാവാലേ? നിങ്ങൾക്ക് സ്വർഗത്തിലെ ഹൂറുൽ ലിസാന് വേണോ? അപ്പൊ ദുനിയാവൊരു സുബൈക ചട്നി ആക്കി തറകുന്നാ വേണു, ഉച്ചക്ക് ചോറും മീണ്ട കറി ആക്കി തറകുന്നാ വേണു, ചപ്പാത്തിയും കറിയാക്കി തറകുന്നാ വേണു. സ്വർഗത്തിൽ മാത്രം നിങ്ങൾക്ക് ഹൂറുൽ ലിസാന് വേണല്ലോ. ഇനിമേല് സുബഹിക്ക് നാസ്തയില്ല, അപ്പുറത്തെ പട്ടിന്റെ ഹോട്ടലിൽ പോയി കഴിച്ചോളൂ. ഉച്ചക്ക് ചോറില്ല, രാത്രി നാസ്തയില്ല, ഭക്ഷണമില്ല. എന്റെ പൊന്നും, അങ്ങനെ ഒരു ഭർത്താവ് ഇവിടെ ദുആ ചെയ്യിപ്പിക്കാൻ വന്നാൽ നിങ്ങൾക്ക് വിഷമം വേണ്ട, ദുഃഖം വേണ്ട, ബേജാറ് വേണ്ട. ആ ഭർത്താവിന്റെ ഹൂറുൽ ലിസാൻ ആരാണെന്ന് ഭർത്താവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ച സ്വന്തം ഭാര്യ തന്നെയാണ്. അങ്ങനെയുള്ള ഭാര്യമാരെ നിങ്ങളാവണോ? ഈ മുഖം തുറന്നിട്ട് റോട്ടിലൂടെ നടന്നു പോക്കുണ്ടല്ലോ, അത് നിർത്തൽ ചെയ്യൂ. ജീവിക്കണോ? ഞാൻ ഉമ്മമാർക്ക് വേണ്ടി ഒരു മഹദിയുടെ ചരിത്രം അങ്ങ് പറയാണ്. സയ്യിദത്തുനാ റാബിഅത്തുൽ അദവിയ്യ. പെണിങ്ങളെ പേരായെങ്കും വലിയ മഹദി. ഞങ്ങളെ ഉടറ റാബിയല്ല, ഇത് റാബിഅത്തുൽ അദവിയ്യ. സയ്യിദത്തുനാ ബീവി റാബിഅത്തുൽ അദവിയ്യ. നമസ്കാരമല്ല തഹജ്ജുദ്. ഉമ്മമാരെ, നമുക്ക് എത്ര തഹജ്ജുദ് കിട്ടിയിട്ടുണ്ട്? അപ്പൊ പറയും ഒന്ന്. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം കിട്ടിയത് ഒന്ന് മാത്രം. എന്റെ ഉസ്താദ് എപ്പോഴും പറയും, ശൈഖുനാ പൊന്മള ഉസ്താദ്, അല്ലാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ്സ് ഉസ്താദ് എപ്പോഴും പറയും, നമ്മളെ നമുക്ക് ഓതി പഠിക്കുന്ന സമയത്ത് നമ്മളെ മുസമ്മിൽ സഖാഫിക്ക് അറിയാം, കൂടെ പഠിച്ചവരാണ്. ഉസ്താദ് എപ്പോഴെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ഏതൊക്കെയെന്ന് പറയാൻ കഴിയോ എന്ന് നമ്മളോട് കഴിയോ? കഴിയൂല. എന്ത് കാരണം നഷ്ടപ്പെട്ടതാണ് മിക്കതും. അൽഫിയ ഓതി പഠിക്കുന്ന സമയത്ത് മുത്താലിം നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ദർസുള്ള നല്ല മഹല്ലാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ആ ദർസിന്റെ തനിമ അല്ലാഹു നിലനിർത്തി തരും. അപ്പോ ഉസ്താദ് പറയും, ഞാൻ അൽഫിയ ഓതി പഠിക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ എനിക്കിപ്പോഴും അറിയാം അൽഫിയയുടെ വരി എനിക്ക് കിട്ടാത്ത, ഞാൻ ഇല്ലാത്ത ഒറ്റ ഒരു ക്ലാസ്സേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്റെ എനിക്കത് അറിയണമെന്നറിയോ? എനിക്ക് കിട്ടാത്തത് ഒന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ കിട്ടിയതാ. നിങ്ങൾക്ക് നേരെ മരിച്ചാണ്. എന്താ അറിയോ? ഒക്കെ നിങ്ങൾക്ക് കിട്ടിയതാണ് കുറവ്, കിട്ടാത്തതാണ് കൂടുതൽ. അപ്പൊ നിങ്ങളോട് അത് ചോദിച്ചാൽ അങ്ങനെയാ നിങ്ങൾ പറയാൻ കഴിയാം. റാബിയ
ഉമ്മാന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരൊറ്റ രാത്രിയിലെ തഹജ്ജുദ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നമ്മള് ഒരൊറ്റ രാത്രിയിലെ തഹജ്ജുദ് കിട്ടിയിട്ടുള്ളൂ. എപ്പോ റമളാൻ മാസം വരുമ്പോ അത്താഴം കഴിക്കാൻ വേണ്ടി ഉമ്മ മെല്ലെ വിളിക്കുമ്പോ എണീക്കുന്നില്ല. ഉമ്മ ബാങ്ക് കൊടുക്കുമ്പോ 10 നിമിഷിക്കുമ്പോ എനിക്കിടാതെ മുന്നോട്ട് വിളിക്കണ്ട. അപ്പൊ ഉമ്മ മെല്ലെ ചെവിയിൽ വന്ന് പറയും, മോനെ പപ്പുടം തീർന്നു പോകൂ, മോനെ ഇന്നലെ നോമ്പ് തുറക്കാനുണ്ടാക്കിയ റാഗിന്റെ മണ്ണി തീർന്നു പോകൂ, അത് അത്താഴത്തിന് ബാക്കിയുണ്ട്, നീ വേഗം എണീറ്റാലും നിനക്ക് കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല്ല. അങ്ങനെ പറയുമ്പോ ഒരു ദിവസം അങ്ങ് നേരത്തെ എണീറ്റപ്പോഴാണ് റാഗിന്റെ മണ്ണി കിട്ടാൻ വേണ്ടിയാ എണീറ്റത്. സമയം കുറച്ചും കൂടി ഉള്ളത് കൊണ്ട് പാപ്പ പറഞ്ഞു, മോനെ തഹജ്ജുദ് നിസ്കരിച്ചോ, ഉമ്മ പറഞ്ഞു, മോനെ തഹജ്ജുദ് നിസ്കരിച്ചോ. ആ നിസ്കരിച്ച ഒരൊറ്റ രാത്രിയിലെ തഹജ്ജുദാണ് എനിക്ക് കിട്ടിയത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. റാബിയ ഉമ്മ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ടല്ലേ സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവരുകൾ റാബിയ ബീവിയെ കല്യാണം കഴിക്കാൻ തയ്യാറായി. റാബിയ ബീവിയുടെ വീട്ടിലേക്ക് മെല്ലയങ്ങ് പോയി പറഞ്ഞു, റാബിയ, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാറുണ്ട്. നല്ല മാച്ചിങ് അല്ലേ, നല്ല മാച്ചിങ് ആണ്. ഒന്ന് ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, പുരുഷന്മാരെ കൂട്ടത്തിലെ വലിയ മഹാനാണ്. അപ്പുറത്ത് റാബിയ ബീവി റളിയല്ലാഹു അൻഹാ സ്ത്രീകളെ കൂട്ടത്തിൽ വലിയ മഹതിയാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു റാബിയ ബീവിയെ കല്യാണം കഴിക്കാൻ വേണ്ടി പോയി. റാബിയ ഉമ്മയോട് പറഞ്ഞു, റാബിയ, നിങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താ ബീവി പറഞ്ഞ് പറയട്ടെ, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. നിനക്ക് എത്ര വട്ടം താല്പര്യമുണ്ട്? ഒരു വട്ടം, നിനക്ക് 1000 വട്ടം താല്പര്യമുണ്ട്. അത് വേണ്ടെന്നല്ല, വേണം. അന്നിക്കാഹു സുന്നത്തി, നിക്കാഹ് എന്നത് എന്റെ ചര്യയാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വേണം, വേണ്ടെന്നല്ല. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് പ്രധാനമായും ചിന്തിക്കേണ്ടത്, ഹസനുൽ ബസ്രി വലിയ മഹാനല്ലേ, റാബിയ ബീബി വലിയ മഹദിയല്ലേ. മഹാനവരുകൾ കല്യാണ ആലോചന നടത്താൻ വേണ്ടി പോയപ്പോൾ റാബിയ ഉമ്മ കൊടുത്ത ഉത്തരം എന്താണെന്ന് റാബിയ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലയോ ഹസനുൽ ബസ്രി തങ്ങളെ, നിങ്ങൾ വലിയ മഹാനാണെന്ന് എനിക്കറിയാം, നിങ്ങളെ കല്യാണം കഴിക്കുന്നത് വലിയ ഭാഗ്യമാണ് എന്ന് എനിക്കറിയാം. അതേ സമയത്ത് എനിക്ക് നിങ്ങളോട് 3 ചോദ്യം ചോദിക്കാനുണ്ട്. എനിക്ക് നിങ്ങളോട് 3 ചോദ്യം ചോദിക്കാനുണ്ട്. ആ 3 ചോദ്യത്തിന് നിങ്ങൾ വ്യക്തമായ മറുപടി തന്നാൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ എനിക്ക് കല്യാണത്തിന് സമയമായിട്ടില്ല. ആ സമയത്താണ് റാബിയ ഉമ്മ ചോദിക്കുന്നത് ഹസനുൽ ബസ്രി തങ്ങളോട്, എന്റെ ഒന്നാണെന്നറിയോ, ഞാനതാ മരിക്കുന്ന സമയത്ത് എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, വാല് കേൾക്കുന്ന നല്ലവരായ സഹോദരിമാരെ, ഞാൻ ഈ പറയുന്ന റാബിയ ബീവിയുടെ ചരിത്രമുണ്ടല്ലോ, അതൊന്ന് മനസ്സിലങ്ങ് കുത്തിവെച്ചോ. റാബിയ ബീവി റളിയല്ലാഹു അൻഹാ ഹസനുൽ ബസ്രി തങ്ങളോട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഹസനുൽ ബസ്രി തങ്ങളെ, ഞാൻ നിങ്ങളെ കല്യാണത്തിന് റെഡിയാണ്, പക്ഷേ എനിക്ക് 3 ചോദ്യം ചോദിക്കാനുണ്ട്. ആ 3 ചോദ്യത്തിന് വ്യക്തമായ മറുപടി തന്നാൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? അതാ ഞാനങ്ങ് മരിക്കുന്ന സമയത്ത്, ദുനിയാവിനോട് യാത്ര പറയുന്ന സമയത്ത്, ആ മരിക്കുന്ന സമയത്ത് എനിക്ക് ഈമാൻ കിട്ടുമോ, അതല്ല ഈമാന് കിട്ടാതെ മരിക്കുമോ? ഒന്ന് പറയുമോ ഹസനുൽ ബസ്രി? ആ
സമയത്ത് മഹാനവരികൾ പറഞ്ഞു, റാബിയ, ഇത് എന്റെ നിയന്ത്രണത്തിലല്ല, നിങ്ങൾ വലിയ മഹദിയാണ്, ധാരാളം നിസ്കരിക്കുന്ന മഹദിയാണ്, ഒരുപാട് ദിക്റ് ചൊല്ലുന്ന മഹദിയാണ്. നിങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരൊറ്റ രാത്രിയിലല്ലേ നിങ്ങൾ തഹജ്ജുദ് കൈവിട്ടിട്ടുള്ളൂ. എല്ലാ രാത്രിയിലും നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ എന്നിട്ടും നിങ്ങൾ മരിക്കണ സമയത്ത് ഈമാൻ കിട്ടി മരിക്കുമോ ഇല്ലയോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്ന ഒരു ചിന്ത എനിക്ക് പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, അല്ല ഇമാമേ, എന്നെ യഥാ ഖബറിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ ഖബറിലെ മലക്കുകൾ വന്ന് എന്നോട് ചോദ്യം ചോദിക്കുമോ എനിക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിയുമോ? ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, അതും എന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല. ഖബറിലെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? പറ്റൂലേ? അത് പറയാൻ എന്നെ പറ്റൂല. മൂന്നാമത്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതേ നാളെ ഞാനതാ മഹ്ശറയിൽ വരുമ്പോ ഒരു വിഭാഗമങ്ങ് സ്വർഗത്തിൽ പോകുന്നു, വേറെ ഒരു വിഭാഗമങ്ങ് നരകത്തിൽ പോകുന്നു. ആ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് അങ്ങ് പോകുമ്പോ ഞാൻ സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ പെടുമോ എന്ന ഒരു ചോദ്യം അങ്ങ് വന്നപ്പോ മഹാനവരുകൾ പറഞ്ഞു, എനിക്കതിനും മറുപടി പറയാൻ പറ്റൂല. ബീവി പറഞ്ഞു, എന്നാൽ ഹസനുൽ ബസരി തങ്ങളെ, ഈ ദുനിയാവിൽ എനിക്ക് കല്യാണത്തിന് നേരമില്ല. ആ മൂന്ന് ചോദ്യത്തിന് വ്യക്തമായ മറുപടി കിട്ടിയിട്ട് വേണം മരിക്കാൻ. മഹാന്മാരുടെ ചിന്ത അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത്, ആ മഹാന്മാരെ കാണിച്ച ആത്മീയമായ ചിന്താഗതി അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതുണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈമാനിന്റെ രസം നമ്മുടെ ശരീരത്തിന് കിട്ടുകയുള്ളൂ. അല്ലാഹു ആ രൂപത്തിൽ ഈമാൻ കിട്ടി മരിക്കാൻ സാധുക്കളായ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നമ്മുടെ വേദിയിലേക്ക് വരും. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുന്നു. വിഷമില്ലെങ്കിൽ ഒന്ന് അവിടെ തന്നെ ഒന്ന് എണീറ്റ് നിൽക്കുമോ? അവസാനം ഒറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് സ്വലാത്തിന്റെ സദസ്സാണ്. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു തീരുമാനമങ്ങ് എടുത്തോ. ഈ സദസ്സിൽ ചോദിക്കട്ടെ, ഞാൻ വേദിയിലുള്ളവരോടല്ല ചോദിക്കുന്നത്, സദസ്സിലുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ. എല്ലാ വാവിന്റെ സദസ്സിൽ പറയുന്നത് പോലെ ഈ ഉപ്പള്ളി സാദുലി പള്ളിയുടെ പരിസരത്ത് വെച്ച് സംസാരിക്കുമ്പോ ഇവിടെ അത് പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. പ്രിയപ്പെട്ട മരിക്കുന്നതിന് മുമ്പായി ഹബീബായ തങ്ങളെ കാണേണ്ടതില്ലയോ? സബ്സെ അഅ്ലാ വ ഔലാ ഹമാരാ നബി, ദോനോ ആലം की दूल्हा हमारा नबी, सबसे प्यारा व प्यारा हमारा नबी. I love the trees of Medina, I love the land of Medina, I love the roofs of Medina, I love the sandal of Medina, I love the persons of Medina. Medina മുഴുവനും ഞാൻ ഇഷ്ടപ്പെടുകയാണ്. കാരണം മദീന ആരുടെ നാടാണ്? താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടാണ്. ആ
നേതാവിനെ മരിക്കുന്നതിനു മുമ്പായി ഒരു തവണമെങ്കിലും കണ്ടില്ല എന്ന് കണ്ട ബാപ്പമാരെ 60 വർഷം ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ചെറുപ്പക്കാരെ 35 കൊല്ലം ജീവിച്ചിട്ട് കാര്യമുണ്ടോ? കൊച്ചനുജന്മാരെ 15 വർഷം ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഈ സ്വലാത്തിന്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ആ നേതാവിന്റെ പുള്ളിപ്പേരമക്കളിരിക്കുന്ന സദസ്സിൽ, സ്വലാത്തിന്റെ വാർഷികം നടക്കുന്ന സദസ്സിൽ, ആ നേതാവിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന സദസ്സിൽ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു തീരുമാനമെടുത്തേ പറ്റൂ. കാരണം നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ തലകെട്ട് കെട്ടിയ ആലിമാകണമെന്നില്ല, ദർസ് നടത്തുന്ന മുദരിസാകണമെന്നില്ല, ഖുതുബ ഓതുന്ന ഖതീബ് ഉസ്താദാകണമെന്നില്ല, മദ്രസയിലെ മക്കൾക്ക് പഠിപ്പിക്കുന്ന ഉസ്താദുമാരാകണമെന്നില്ല. പാന്റും ഷർട്ടും ധരിക്കുന്ന ചെറുപ്പക്കാരനാണോ നിനക്ക് താല്പര്യമുണ്ടോ തങ്ങളെ കാണാൻ കഴിയൂ? ഞാൻ മദീനയിൽ വന്നപ്പോ പറഞ്ഞിട്ടുണ്ട്, മദീനയിൽ ഞാൻ പോയപ്പോ ആ മദീനയിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ അവിടെ ചോദിച്ചു, ഒരു ഇസ്തിറാഹയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ അവിടെയുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ ചോദിച്ചു, പ്രവാസികളാണ്, കേരളക്കാരാണ്, കർണാടകക്കാരാണ്, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനക്കാര് സംഘടിപ്പിച്ച പരിപാടിയാണ്, നിങ്ങൾ മദീനയിൽ ജീവിക്കുന്നവരാണല്ലോ, നിങ്ങളെ കൂട്ടത്തിൽ ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരുണ്ടോ? ഒരാളും മറുപടി പറഞ്ഞില്ല. പ്രസംഗം കഴിഞ്ഞ് അതാ വാഹനത്തിലേക്ക് അങ്ങ് കയറുമ്പോ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലുള്ളൊരു ചെറുപ്പക്കാരൻ, നിങ്ങളെപ്പോലെ പാന്റും ഷർട്ടും ധരിച്ച ചെറുപ്പക്കാരൻ, തലയിലൊരു ടവല് മാത്രമേ ഉള്ളൂ. ആ ചെറുപ്പക്കാരന് വണ്ടിന്റെ അടുത്തേക്ക് വന്നിട്ട് അവിടത്തെ കൈ എന്റെ കയ്യിലങ്ങ് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് പ്രസംഗിക്കുമ്പോ ചോദിച്ചില്ലേ, നിങ്ങൾ മദീനയിൽ താമസിക്കുന്നവരാണല്ലോ, നിങ്ങളെ കൂട്ടത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരുണ്ടോ? എനിക്കപ്പോ എണീറ്റ് പറയാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ് ഉസ്താദിന്റെ കൈപിടിച്ച് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ മേൽ പ്രോമിസ് ചെയ്ത് പറയുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ 2 തവണ പൊന്നാര മുഹമ്മദുർ റസൂലുള്ളാഹി അവർക്ക് പറഞ്ഞു, ബുലന്ദ് ആവാസ് സേ പഠിയേ മുഹമ്മദുർ റസൂലുള്ളാഹി 2 തവണ 2 ടൈംസ് തോബ എന്റെ സ്വപ്നത്തിൽ ഹബീബായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അതിൽ ഒരു തവണ ഉംറയുടെ വസ്ത്രം അണിഞ്ഞ രൂപത്തിലാണ് കണ്ടത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ നബി തങ്ങളെ കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പ്രത്യേകമായി ചെയ്തത്? അവിടുന്ന് ചെറിയ 2 മക്കളെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, ഇത് എന്റെ ആൺകുട്ടിയാണ്, ഇതെന്റെ പെൺകുട്ടിയാണ്. ഈ ആൺകുട്ടിയെ എന്റെ ഭാര്യ പ്രസവിച്ചപ്പോ ആ ആൺകുട്ടിക്ക് ഞാൻ വെച്ച പേരെന്താണെന്നറിയോ? മുഹമ്മദ്. നബിതങ്ങളുടെ പേരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് വെക്കുമ്പോ എന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്നറിയോ? എനിക്ക് എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്നാണ്. അങ്ങനെ ഞാൻ ഒരു തവണ കണ്ടു. 2ാമതായി എന്റെ ഭാര്യ എന്റെ പെൺകുട്ടിയെ പ്രസവിച്ചപ്പോ ആ മകൾക്ക് ഞാൻ വെച്ച പേര് അവിടുത്തെ പ്രിയപ്പെട്ട മകളായ, അവിടുത്തെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമായ ബീവി ഫാത്തിമത്തു സഹ്റാ, ഫാത്തിമ ബീവിയുടെ പേരാണ് വെച്ചത്. അഥവാ എന്റെ മകൾക്ക് ഫാത്തിമ എന്നാണ് പേര് വെച്ചത്. ആ പേര് വെക്കുന്ന സമയത്തും എന്റെ മനസ്സിലെ താല്പര്യം എന്താണ്? ഫാത്തിമ ബീവിയുടെ ബാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലൊന്ന് കാണണമെന്നായിരുന്നു. അങ്ങനെ 2ാമതായും ഞാൻ കണ്ടു. ചെറുപ്പക്കാരെ കണ്ടില്ലേ, തങ്ങളല്ല, മുസ്ലിയാരല്ല,
ആലിമല്ല, ഖാദിയല്ല, ഖോജയല്ല, ഖോജ രാജാത്തിയല്ല, ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ്. നിങ്ങളെ പോലെ പാന്റും ഷർട്ടും ധരിച്ച് തലയിൽ തൊപ്പി പോലുമില്ല, ടവല് മാത്രമേ ഉള്ളൂ. പക്ഷേ മനസ്സിൽ തല്ലി മാർഗവിത് താല്പര്യമുണ്ടായി ചെയ്തു. ഹബീബായ തങ്ങളെ കണ്ടു. അതുപോലെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് കഴിവിന്റെ പരമാവധി അങ്ങ് സ്വലാത്തങ്ങ് ചൊല്ലണോ, ആ സ്വലാത്തങ്ങ് വർദ്ധിപ്പിക്കണോ. കഴിവിന്റെ പരമാവധി ചെറുപ്പക്കാരെ വാട്സപ്പ് ഒന്ന് കുറക്കൂ, പെങ്ങളെ ഫേസ്ബുക്ക് ഒന്ന് കുറക്കൂ. ഇപ്പൊ സുബ്ഹാനല്ലാഹ് ഉറങ്ങുന്ന സമയത്ത് സ്വലാത്തിന് നേരമില്ല. ഉറങ്ങുന്നത് വരെ വാട്സപ്പ് നോക്കിയിട്ടാ ഉറങ്ങുന്നത്. അതൊക്കെ ഒന്ന് കുറച്ചിട്ട് ഉറങ്ങുന്ന സമയത്തൊരു തീരുമാനമെടുത്തോ. ചുരുങ്ങിയത് ഒരു 100 സ്വലാത്തെങ്കിലും എല്ലാ രാത്രിയിലും ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ നേതാവിന്റെ പേരിലങ്ങ് ചൊല്ലിയിട്ട് ഞാൻ ഉറങ്ങൂ. അതിനർഹമുർറാഹിമീനായ റബ്ബ് സാധുക്കളായ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അങ്ങനെ ചൊല്ലിയാലാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞങ്ങൾ എത്രത്തോളം സ്നേഹിച്ചെന്നറിയോ? നമ്മളെ പറഞ്ഞ ഉമ്മത്തീങ്ങളെ, ഈ ഉമ്മത്തീങ്ങളെ എത്രത്തോളം സ്നേഹിച്ചെന്നറിയോ? അതിനൊരു ലിമിറ്റ് ഇല്ല. there is no any limitation. ഒരു ലിമിറ്റും ഇല്ല. അതിനാണല്ലോ നിങ്ങൾ നോക്കും, മിഅ്റാജിന് പോയപ്പോ, മിഅ്റാജിന് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാൻ പാനീയം മുന്നിൽ വെച്ചു. അതിലെന്താ വെച്ചത്? ഒരു ഗ്ലാസിൽ കള്ള് വെച്ചു, മറ്റൊരു ഗ്ലാസിൽ തേന് വെച്ചു, മറ്റൊരു ഗ്ലാസിൽ പാല് വെച്ചു. ഇത് നബി തങ്ങൾ കുടിക്കൂന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ള് കുടിച്ചില്ല. നബി തങ്ങൾ കുടിച്ചത് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പാലാണ്. പാല് കുടിച്ചു. ആ പാല് കുടിച്ചത് തന്നെ എത്രയാണ്? കൊടുത്ത പാല് മുഴുവനും കുടിച്ചില്ല, അല്പം മാത്രമേ കുടിച്ചു, അല്പം ബാക്കി വെച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ, അങ്ങ് നല്ലത് തന്നെ തെരഞ്ഞെടുത്തു. അങ്ങ് കള്ളു കുടിച്ചില്ല. ഒരു പക്ഷേ അങ്ങ് കള്ളു കുടിച്ചിരുന്നുവെങ്കിൽ അങ്ങയുടെ ഉമ്മത്തീങ്ങൾ മുഴുവനും നശിക്കുമായിരുന്നു. അതേസമയത്ത് അങ്ങ് പാലാണ് കുടിച്ചത്. ആ പാല് തന്നെ അല്പമാണ് കുടിച്ചത്, ഫുള്ള് കുടിച്ചില്ല. ഒരു പക്ഷേ ഫുള്ള് കുടിച്ചിരുന്നുവെങ്കിൽ അങ്ങയുടെ ഉമ്മത്തീങ്ങളിൽ ഒരാൾ പോലും ദുഷിച്ചവനുണ്ടാകുമായിരുന്നില്ല, എല്ലാവരും നല്ലവരാകുമായിരുന്നു. അന്ന് നബി തങ്ങൾ ആ പാല് മൊത്തം കുടിച്ചാൽ ഒരു കള്ളുകുടിയനും ഒരു തങ്കട്ടവനും നബി തങ്ങളുടെ സമുദായത്തിലുണ്ടാവൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതങ്ങ് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നറിയോ? വേഗം അതങ്ങ് വീണ്ടും എടുത്തു. എന്തിന്? വേഗം കുടിക്കാൻ. എന്തിന്? ഉമ്മത്തീങ്ങൾ മുഴുവനും നന്നായി കിട്ടാൻ വേണ്ടി. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് കഴിഞ്ഞു. ചാൻസ് കഴിഞ്ഞു തന്നെ. ചാൻസ് ഔട്ടായ ശേഷം പിന്നെ ബാറ്റ് പിടിച്ചിട്ട് കാര്യണ്ട. ഇപ്പൊ ഇതിന്റെ അർത്ഥം നബി തങ്ങൾ ഔട്ടായി എന്ന് തെറ്റിയിരിക്കണ്ട. ഇനിയിപ്പോ അതും ക്ലിപ്പാക്കിയിട്ട് ഉപ്പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു നബി തങ്ങൾ ഔട്ടായി പോകും. അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഉസ്താദുമാർക്കറിയാം. തസ്ബീഹ് ചെയ്യുമ്പോൾ വജൂഹ് ശബഹ് മാത്രം വേറെ ഒന്നുണ്ടാവും. എല്ലാ രൂപത്തിലും തസ്ബീഹ് ഇല്ല. ഉസ്താദുമാർക്കറിയാം. അത് സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞതല്ല. അപ്പൊ അത്രയും നമ്മോട് നബി തങ്ങൾ സ്നേഹം കാണിച്ചതെങ്കിൽ ആ രൂപത്തിൽ അവിടെ നമ്മോട്ട് സ്നേഹം കാണിച്ചാൽ നമുക്കൊക്കെ രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു ആ രൂപത്തിൽ നമ്മുടെ മഹബ്ബത്തൊക്കെ ആക്കി തരുമാറാവട്ടെ. ഈ സദസ്സിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. ഇവിടെ നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഈ ജില്ലയിൽ തന്നെ നമുക്ക് എല്ലാ വിഷയത്തിനും സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന പള്ളി തങ്ങൾ, അമീൻ തങ്ങൾ, സ്വാലിഹ് തങ്ങൾ, അതുപോലെ എണ്ണാർപ്പുറ തങ്ങൾ, അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഉപ്പള്ളി ജമാഅത്ത് വളരെയധികം നല്ല ജമാഅത്താണ്. ഈ നമ്മുടെ ചിക്കമംഗളൂർ ജില്ലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും വഴിയൊരുക്കി തരുന്ന ഒരു ജമാഅത്താണ്. എല്ലാത്തിനോട് സഹകരിക്കുന്ന ജമാഅത്താണ്. അല്ലാഹു ഈ നാട്ടിലുള്ള മഹലിലുള്ള തനിമ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ യുടെയും അതുപോലെ തന്നെ മുസ്ലിം സഖാഫിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നാട്ടുകാരുടെ സഹകരണത്തോടെ നേതൃത്വം നടക്കുന്ന ഈ ദർസ് അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു
ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. സാധുവായ ഞാൻ തന്നെ പ്രസംഗിച്ച ഒരു CD ഉണ്ട്. ആ CD ഇവിടെ ആർക്കും വിതരണം ചെയ്യൂല. അത് കേവലം ഇവിടെ ഇൻഷാ അല്ലാഹ് പ്രകാശനം ചെയ്യൽ മാത്രമാണ്. ധാരാളം സാദാത്തുക്കളുള്ള സദസ്സായതുകൊണ്ട് മരളിബ പരമ്പരയെ ബാക്ക് ടു ഹെറിറ്റേജ് പുത്തൻവാദികൾക്ക് മറുപടി പറഞ്ഞ ഉടുപ്പി ജില്ലയിലെ കാപ്പുവിനടുത്ത പക്കീർണകട്ട എന്ന സ്ഥലത്ത് മറുപടി പറഞ്ഞ അത് ആരാണ്? മൗലവിമാരല്ലോ. കേരളത്തിൽ മലയാളം പ്രസംഗിച്ച മൗലവിമാരല്ല, കർണാടകയിലെ നക്കിനിക്ക് പ്രസംഗിക്കുന്ന മൗലവിമാരുണ്ട് കുറച്ച് ആളുകൾ. അവർക്കൊരു ധാരണയുണ്ട് ഞങ്ങളെ തൊടാൻ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്ന ആശയങ്ങൾ ശരിക്കും വ്യക്തമായി അതിന് മറുപടി പറഞ്ഞിട്ട് പ്രസംഗിച്ച ഒരു CD ഉണ്ട്. ആ CD ഇൻഷാ അല്ലാഹ് ഇവിടെ തങ്ങന്മാരുടെ കരങ്ങൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് പ്രകാശനം ചെയ്യും. അതൊന്നും ഇപ്പൊ വിതരണം ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടെങ്കിൽ അത് പിന്നീട് നോക്കാം. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. മൂടുബിദ്ര എന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു ചെറിയ ദർസ് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നല്ല ബർക്കത്തായി കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി പോകുന്ന സ്ഥലത്തൊക്കെ ദുആ ചെയ്യാം എന്ന് വാക്ക് തന്നു ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം പറയാണ്. ഞാനത് പറഞ്ഞു നിർത്തുന്നു. നബി തങ്ങളെ സ്വപ്നം കാണണ്ടേ? നബി തങ്ങളെ കിനാവ് കാണണ്ടേ? കാണണോ? അല്ലേ? ഇൻഷാ അല്ലാഹ് 6 തിങ്കളെ വാലിഡിറ്റി കൊണ്ടുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ಮರಿಕಿಡಮುನೋಲು ನಬಿ ತಂಗಳ ಕಾಣಲು ತೌಫೀಕ್ ತರട്ടെ. ಮರಣ ಹೊಂದುವುದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರನ್ನು ಕನಸಿನಲ್ಲಿ ನೋಡಲು ದರ್ಶಿಸಲು ಅಲ್ಲಾಹನ ತೌಫೀಕ್ ನೀಡಲಿ. ಅದಕ್ಕೆ ಹಲವಾರು ದಾರಿಗಳಿವೆ. ಬದ್ರಿಯಕ್ಕೆ ಬಂದಾಗ ನಾನು ಅದನ್ನು ಹೇಳಿದ್ದೇನೆ. ಇಲ್ಲಿ ಹೇಳಬೇಕು ಎಂಬ ಅಭ್ಯರ್ಥನೆ ಬಂದ ಮೇರೆಗೆ ಅದನ್ನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಗುರುವಾರ ಅಸ್ತಮಿಸಿದ ಶುಕ್ರವಾರ ರಾತ್ರಿ, ನಿನ್ನೆಯ ರಾತ್ರಿ, ಆ ರಾತ್ರಿ ಎಲ್ಲ ವಾರದಲ್ಲೂ ವಾರಕ್ಕೆ 1 ಬಾರಿ ಆ ಸತ್ಕರ್ಮವನ್ನು ಮಾಡಿದರೆ ಖಂಡಿತವಾಗಿಯೂ ಮರಣ ಹೊಂದಲು ಹುಜೂರ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರನ್ನು ದರ್ಶಿಸಿ ಮರಣ ಹೊಂದಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. ಅಲ್ಲಾಹನ ತೌಫೀಕ್ ನೀಡಲಿ. ಅದಕ್ಕೆ ದಾರಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಗುರುವಾರ ಅಸ್ತಮಿಸಿದ ಶುಕ್ರವಾರ ರಾತ್ರಿ, ನಿನ್ನೆಯ ರಾತ್ರಿ 4 ಬಾರಿ ವುದು ಮಾಡಿ ಇಶಾಯ ನಂತರ ಮಲಗುವ ಸಂದರ್ಭದಲ್ಲಿ 4 ರಕಾತ್ ಸುನ್ನತ್ ನಮಾಜ್ ಅನ್ನು ನಿರ್ವಹಿಸಬೇಕು. 2 ರಕಾತ್ ಮೊದಲನೇದಾಗಿ ನಿರ್ವಹಿಸಬೇಕು. ನಂತರ ಸಲಾಮಿನ ನಂತರ ಎದ್ದು ನಿಂತು ಪುನಃ 2 ರಕಾತ್ ನಮಾಜ್ ಅನ್ನು ನಿರ್ವಹಿಸಬೇಕು. ಇನ್ನು ಎಲ್ಲ ಆದ್ಮೇಲೆ ನಿಯತ್ತೇನು ಅಂತ ಕೇಳೋದು ಬೇಡ. ನಿಯತ್ ಸಾಮಾನ್ಯವಾಗಿ ಅಲ್ಲಾಹನಿಗೆ ಬೇಕಾಗಿ 2 ರಕಾತ್ ಸುನ್ನತ್ ನಮಾಜ್ ಅನ್ನು ನಾನು ನಿರ್ವಹಿಸುತ್ತೇನೆ, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಷ್ಟೇ ನಿಯತ್. ಅದು ನಿಯತ್ ಮಾಡಿ 4 ರಕಾತ್ ನಮಾಜ್ ನಿರ್ವಹಿಸಬೇಕು, ಸುನ್ನತ್ ನಮಾಜ್. ಆ 4 ರಕಾತ್ ನಲ್ಲೂ ಕೂಡ 4 ಸೂರತ್ಗಳನ್ನು ಪಠಿಸಬೇಕು. ಒಂದು ಸೂರತುಲ್ ಫಾತಿಹಾ, ನಮ್ಗೆಲ್ಲರಿಗೂ ಗೊತ್ತಿರುವಂತಹ ಸೂರತ್. ಎರಡನೆಯದಾಗಿ ವಲ್ಲುಹಾ ವಲ್ಲೈಲಿ ಇದಾ ಸಜಾ ಎಂಬ ಸೂರತ್. ಮೂರನೆಯದಾಗಿ ಅಲಂ ನಶ್ರಹ್ ಲಕ ಸದ್ರಕ್ ಎಂಬ ಸೂರತ್. ನಾಲ್ಕನೆಯದಾಗಿ ಇದಾ ಜುಲ್ಜಿಲತಿಲ್ ಅರ್ಲು ಜಿಲ್ಜಾಲಹಾ. ಈ 4 ಸೂರತ್ಗಳು ಇನ್ಶಾ ಅಲ್ಲಾಹ್ ನೀವು ಆ 4 ರಕಾತ್ಗಳನ್ನು ಕೂಡ ಓದಬೇಕು. ಒಂದರಲ್ಲಿ ಫಾತಿಹಾ, ಇನ್ನೊಂದರಲ್ಲಿ ವಲ್ಲುಹಾ, ಇನ್ನೊಂದರಲ್ಲಿ ಅಲಂ ನಶ್ರಹ್, ಇನ್ನೊಂದರಲ್ಲಿ ಇದಾ ಜುಲ್ಜಿಲತಿ. ಹಂಗಲ್ಲ, 4 ರಕಾತ್ನಲ್ಲೂ ಕೂಡ 4 ಸೂರತನ್ನು ಪಠಿಸಬೇಕು. ನಂತರ ಸಲಾಮಿನ ನಂತರ 70 ಬಾರಿ ನಿಮಗೆ ಗೊತ್ತಿರುವಂತಹ ಸ್ವಲಾತ್ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಮೇಲೆ ಅಲ್ಲಾಹುಮ್ಮ ಸಲ್ಲಿ ಅಲಾ ಸಯ್ಯಿದಿನಾ ಮುಹಮ್ಮದ್ ವ ಅಲಾ ಆಲಿಹಿ ವ ಸಹಬಿಹಿ ವಸಲ್ಲಂ. ಅದರ ನಂತರ 70 ಬಾರಿ ಅಸ್ತಗ್ಫಿರುಲ್ಲಾಹಲ್ ಅಜೀಮ್, ತೌಬದ ಪದವಾಗಿದೆ ಅಸ್ತಗ್ಫಿರುಲ್ಲಾಹಲ್ ಅಜೀಮ್. ಅದರ ನಂತರ ನಿದ್ರೆ ಬರುವ ತನಕ ಸ್ವಲಾತನ್ನು ಹೇಳಿ ಇದೆಲ್ಲ ಮಾಡಿದ ನಂತರ ಆಗ ಅಲ್ಲಿ ರಿಂಗ್ ಆಯಿತು, ವಾಟ್ಸ್ಆಪ್ ಮೆಸೇಜ್ ಬಂತು, ಫೇಸ್ಬುಕ್ ಗೆ ಕಮೆಂಟ್ ಬಂತು, ಲೈಕ್ ಬಂತು, ತೆಗೆದು ನೋಡಿ ಎಲ್ಲ ಬಾತಿಲಾಗುತ್ತದೆ. ಅದು ಆ ರೀತಿ ಮಾಡಬಾರದು. ಬದಲಾಗಿ ಅದೆಲ್ಲವನ್ನು ಸ್ವಲ್ಪ ಬದಿಗಿಟ್ಟು ನಿದ್ರೆ ಮಾಡುವ ತನಕ ಸ್ವಲಾತನ್ನು ಹೇಳಿ ನಿದ್ರೆ ಮಾಡಿದರೆ ಖಂಡಿತವಾಗಿಯೂ ಮರಣ ಹೊಂದುವುದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಮುಹಮ್ಮದುರ್ ರಸೂಲುಲ್ಲಾಹಿ ತಂಗಳರವರನ್ನು ಕಾಣಬಹುದು. ಆ ರೀತಿ ಕಂಡವರಿದ್ದಾರೆ. ಸಯ್ಯದ್ ಹಿಕ್ಕಿ ಅನ್ನಾಜಿಲಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಮಹಾನುಭಾವರು ಹೇಳಿದ್ರು, ನಾನು ಆ ರೀತಿ ಕಂಡಿದ್ದೆ, ನೋಡಿದ್ದೇನೆ. ಈ ರೀತಿ ಮಾಡಿದಾಗ ನಾನು ನೋಡಿದ್ದೇನೆ. ಒಂದು ದಿನ ನಾನು ನಿದ್ರೆ ಮಾಡುವಾಗ ಹುಜೂರ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರನ್ನು ಕನಸಿನಲ್ಲಿ ಕಂಡೆ. ಆಗ ನನ್ನೊಂದಿಗೆ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಹೇಳಿದ್ರು, ಇಫ್ತಹ್ ಫಮಕ್, ಪ್ಲೀಸ್ ಓಪನ್ ಯುವರ್ ಮೌತ್.